ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പോറ്റി മാഹാത്മ്യം തീരുന്നില്ല. സ്വർണ്ണക്കൊള്ളയിലൂടെ നേടിയ അമ്പരപ്പിക്കുന്ന സ്വത്തിന്റെ കണ്ണഞ്ചിക്കുന്ന കഥകൾ ഒരു വശത്ത്, മറുവശത്താകട്ടെ ശബരിമലയെ മറയാക്കി പോറ്റി നേടിയ VIP സുഹൃത്ത് സമ്പാദനത്തിന്റെ നീണ്ട നിരയും. അതിൽ CPIM നേതാവും മുൻ ദേവസ്വം മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രൻ തൊട്ട് UDF കൺവീനർ അടൂർ പ്രകാശ് വരെയുണ്ട്. 2 തവണയാണ് പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളിയെ സന്ദർശനത്തിലെത്തിയത്. പോറ്റിയുടെ സ്നേഹപൂർവ്വമായ നിർബന്ധത്തിന് വഴങ്ങിയാണ് പോയതെന്ന് ന്യായീകരിക്കുമ്പോഴും ഷിബു ബേബി ജോൺ പുറത്തുവിട്ട ബാംഗ്ലൂർ കൂടിക്കാഴ്ചയുടെ ഫോട്ടോയെക്കുറിച്ച് കടകംപള്ളിക്ക് മിണ്ടാട്ടമില്ല. അടൂർ പ്രകാശ് ആകട്ടെ നിരവധി തവണ വീട്ടിലെത്തി പോറ്റിയുമായി സൗഹൃദം പുതുക്കിയിട്ടുണ്ട്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും ആറ്റിങ്ങൽ MLA OS അംബികയും ഉൾപ്പെടെയുള്ളവരും പോറ്റിയുടെ സൗഹൃദ പട്ടികയിലുണ്ട്. അതിനിടെ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ദ്വാരപാലക സ്വർണ്ണ കവർച്ച കേസിൽ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചത് ഏറെ കൊട്ടിഘോഷിച്ച SIT അന്വേഷണത്തെയും സംശയമുനയിൽ ആക്കുന്നു. അയ്യപ്പന്റെ സ്വത്ത് പ്രതികൾ കൂട്ടം ചേർന്ന് കൊള്ളയടിച്ചുവെന്ന ഇന്നത്തെ ഹൈക്കോടതി പരാമർശം മാത്രം മതി കുറ്റകൃത്യത്തിന്റെ ആഴമറിയാൻ. പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ എന്ന സിനിമാ പാട്ടിലെ വരികളോടെയാണ് പത്മകുമാറും മുരാരി ബാബുവും ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് കോടതി പൂർത്തിയാക്കുന്നത്. ചോദ്യം ഇതാണ്: VIP-കളെ മറയാക്കിയാണോ പോറ്റി ശബരിമലയെ കൊള്ളയടിച്ചത്? പോറ്റി കയറ്റിയതാരെ? ചർച്ചയിൽ അഡ്വക്കേറ്റ് അനിൽ ബോസാണ് കോൺഗ്രസ് പ്രതിനിധി, M ജയചന്ദ്രൻ ഇടത് നിരീക്ഷകൻ, മധു മണിമല അഖില ഭാരതീയ അയ്യപ്പധർമ്മ പ്രചാര സഭ ദേശീയ ജനറൽ സെക്രട്ടറി, മഹേഷ് പണിക്കർ ശില്പി. ആദ്യം ഞാൻ അനിൽ ബോസിലേക്ക് പോകുന്നു. ശ്രീ അനിൽ ബോസ്, ഇന്നിപ്പോൾ കടകംപള്ളി പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നുള്ള മൊഴിയുടെ വിവരങ്ങൾ പുറത്തു വരികയാണ്. കടകംപള്ളിയും സമ്മതിക്കുന്നു, ഞാൻ പോയിട്ടുണ്ട്. ഒറ്റ തവണയാണ് പോയതെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ 2 തവണ പോയിട്ടുണ്ട് എന്നുള്ള മൊഴികളാണ് വരുന്നത്. അവിടെ പോറ്റിയുടെ അയൽവാസിയുടെ മൊഴിയടക്കം ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. പക്ഷെ പോയത് വേറെ ഒരാൾ കൂടിയുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ടോ? നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് അടൂർ പ്രകാശ്, UDF കൺവീനർ, അദ്ദേഹവും പലതവണ പോയിട്ടുണ്ട്, പലതവണ പോറ്റിയുടെ വീട്ടിൽ അടൂർ പ്രകാശിനെ കണ്ടിട്ടുണ്ട് എന്നാണ് അയൽവാസിയുടെ പ്രതികരണം. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് സ്വർണ്ണക്കൊള്ളയിൽ കിട്ടിയിരിക്കുന്ന ഒരു വലിയ ആയുധം ഇതോടെ ഇല്ലാതായിരിക്കല്ലേ? ഞാൻ നിത്യവും ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്. ക്ഷേത്രത്തിൽ പോകുന്ന പൂജാരിമാരെ അറിയാം, പല ക്ഷേത്രത്തിലെയും തന്ത്രികളെ അറിയാം. സ്വാഭാവികമായ ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ പോകുമ്പോൾ ക്ഷേത്രത്തിൽ നമുക്കറിയാലോ, ദർശനത്തിന് ഒരുപാട് ആളുകളുടെ തിരക്കുണ്ടാവും. അത്തരം സന്ദർഭങ്ങളിൽ സൗഹൃദങ്ങൾ നമുക്ക് ചിലപ്പോഴൊക്കെ ഗുണകരമായിട്ടുണ്ട്. ഭഗവാനെ കാണുമ്പോൾ VIP പരിരക്ഷ വേണോ എന്നതൊക്കെ വേറെ ചോദ്യം. പക്ഷെ പലപ്പോഴും അത്തരം സാഹചര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. എന്നാൽ തിരുപ്പതി ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ക്യൂവിൽ നിന്ന് ധർമ്മ ദർശനം നടത്തുന്ന ഒരാളാണ് ഞാൻ. എങ്കിലും പലപ്പോഴും ഇപ്പം നമ്മൾ ശബരിമലയിൽ തന്നെ എടുത്താൽ, നേരത്തെ 18 സന്നിധാനത്ത് എന്ന് ഭഗവാന്റെ നടയുടെ മുൻപിൽ ഒന്നാമത് നിന്ന് തൊഴാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷമാണ് കോടതി ഇടപെട്ട് അത്തരം ദർശനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുള്ളത്. എങ്കിൽ പോലും ചെല്ലുമ്പോൾ അവിടെ ഒരു ഉദ്യോഗസ്ഥൻ നിന്നാൽ മുഖപരിചയം ഉണ്ടെങ്കിൽ, അത്യാവശ്യം സൗഹൃദമുള്ള ഒരാളാണെങ്കിൽ അവന് ചിലപ്പോൾ ഒരു 2 മിനിറ്റ് കൂടുതൽ നിന്നും തൊഴാനൊക്കെ കിട്ടും. അതൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് പലപ്പോഴും ഒരു ഭക്ത മനസ്സ് കാണുന്നത്. അപ്പം ആ നിലയിലുള്ള ഒരു സൗഹൃദത്തിൽ ഒരു വീട്ടിൽ പോകുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നാളെ ഒരു കുഴപ്പം വരുമ്പോൾ ആ പോയവരെല്ലാം കുഴപ്പക്കാരാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, ഇതിനൊരു വലിയ വിഷയമാകുന്നത്, അടൂർ പ്രകാശ് പോകുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അടൂർ പ്രകാശിനെതിരെ അന്വേഷണം നടക്കട്ടെ. കോൺഗ്രസ് നേതാവാണ്, അതുകൊണ്ട് UDF കൺവീനറാണ്, അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്യില്ല, അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു കുഴപ്പമില്ല എന്ന് CPM പറയുന്ന പോലെ അല്ല പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചോളൂ, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹവും അതിനോട് അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടായാൽ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന, വിശാലമായ അദ്ദേഹത്തിന് നിലപാടെടുക്കാൻ ആർജവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അതതിന്റെ വഴിക്ക് വരട്ടെ. പക്ഷേ കടകംപള്ളിയെയും അടൂർ പ്രകാശിനെയും സമീകരിക്കുന്നതിൽ ഒരു കുഴപ്പമുണ്ട്. കടകംപള്ളി ദേവസ്വം മന്ത്രിയായിരുന്നു. ദേവസ്വം മന്ത്രി അതാത് വകുപ്പിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ, ഉദ്യോഗസ്ഥരോട് ഇടപെടുന്നതിൽ പോലും നിയമപരമായി ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരാണേലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരോടാണേലും ഡയറക്റ്റ് ഒരു മന്ത്രി ഇടപെടുന്നതിന് ഒരുപാട് പ്രോട്ടോകോൾ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ സാധാരണ ഇടപെടാറില്ല. ഡോക്ടർ എം എ കുട്ടപ്പൻ മന്ത്രിയായിരുന്നപ്പോൾ തന്റെ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ പ്രോട്ടോകോൾ ലംഘിച്ച് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തതിന്റെ പേരിൽ നടപടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും.
അപ്പൊ താൻ മന്ത്രിയായിരിക്കുന്ന വകുപ്പിലെ ഒരു പോറ്റി അവിടെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ സഹായിയായിട്ട് വന്ന ഒരാൾ, അയാളുടെ വീട്ടിൽ മന്ത്രി പോകുന്നത് അതിന് ഗൗരവ സ്വഭാവമുണ്ട്, തന്റെ വകുപ്പാണ്. മറ്റേതെങ്കിലും ഒരു MLA പോയി, ഇപ്പം ഇടതുപക്ഷത്തിന്റെ MLA പോയല്ലോ അംബിക, ഞാൻ ആരോപണം ഉന്നയിക്കുന്നില്ല, ഞാൻ ആക്ഷേപം ഉന്നയിക്കുന്നില്ല. അത് അന്വേഷിച്ച് കുറ്റമുണ്ടെങ്കിൽ കണ്ടെത്തിക്കോട്ടെ. അടൂർ പ്രകാശിനും അംബികയ്ക്കും ഒരേ പരിഗണന കൊടുക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് അവരന്വേഷിച്ചോട്ടെ, അവരുടെ ഭാഗത്ത് കുറ്റമുണ്ട് അത് പറഞ്ഞോട്ടെ. പക്ഷെ ഇവിടെ ദേവസ്വം വകുപ്പ് മന്ത്രി പോകുക എന്ന് പറഞ്ഞാൽ അതിനെ ഇതിനെയും ഒരുപോലെ കാണരുത്, കാണാൻ പാടില്ല. ഒരു കാര്യം കടകംപള്ളി അതിൽ വിശദീകരിക്കുന്നത് മാധ്യമങ്ങളോട് പറയുന്ന ഒരു കാര്യത്തിൽ 2017 ഈ സംഭവം. 2017-18 കാലയളവിൽ നിന്നാണ് അദ്ദേഹം ഓർമ്മിച്ചെടുത്ത് പറയുന്നത്. ഒരു തവണ പോയതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. 2 തവണ പോയിട്ടുണ്ട് എന്ന് അയൽവാസി പറയുമ്പോൾ, ഒരു തവണ അത് പോറ്റിയുടെ ഒരു ബന്ധുവിന്റെ കുഞ്ഞിന്റെ എന്തോ ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് പോയതെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതേ കാര്യങ്ങൾ തന്നെയാണല്ലോ ഈ പറയുന്ന അടൂർ പ്രകാശിന്റെ കാര്യത്തിലും. ഈ ശബരിമലയിലെ ഒരു പ്രധാനപ്പെട്ട ആളായിട്ടാണ് പോറ്റി എല്ലാവരും കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ആൾ സ്നേഹപൂർവ്വം നിർബന്ധിച്ചപ്പോൾ പോയി എന്ന് പറയുമ്പോൾ രണ്ടും ഒരുപോലെയാണെന്നേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അടൂർ പ്രകാശിനെ ഇപ്പോൾ ഒന്നും ചോദിക്കാൻ പറ്റില്ല, അടൂർ പ്രകാശിന് തെളിവുണ്ടെങ്കിൽ അന്വേഷിച്ചോളൂ എന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴും ഇതേ കാര്യങ്ങൾ ഈ കടകംപള്ളിയുടെ കാര്യത്തിലും വേണം. നിങ്ങൾ കടകംപള്ളിയുടെ കാര്യത്തിൽ നിങ്ങൾ പിന്നെന്തിനാണ് ആരോപണം ഉന്നയിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയാത്തത് സ്മൃതി പറയാൻ ശ്രമിക്കുന്നു. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ശ്രീ അനിൽ ബോസ് അല്ല, ഇന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് രമേശ് ചെന്നിത്തല അടക്കം പ്രതികരിച്ചിട്ടുണ്ട്. അല്ല, ഈ ചർച്ചയിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായി വന്ന് സംസാരിക്കുന്ന ഞാൻ പറഞ്ഞത് അടൂർ പ്രകാശ് അല്ല, ഇനി അനിൽ ബോസ് എന്ന ഞാനാവട്ടെ, എന്റെ പേരിലാവട്ടെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അതിന്റെ SIT ആണെങ്കിൽ SIT, കോടതിയാണെങ്കിൽ കോടതി അത് അന്വേഷിച്ച് പ്രതി ചേർക്കട്ടെ. അതിനെ ഞങ്ങൾ തടയുന്നില്ല, ഞങ്ങളത് നിഷേധിക്കുന്നില്ല, ഞങ്ങൾ അതിനെ പ്രതിരോധം തീർക്കുന്നില്ല. ആണെങ്കിൽ ചെയ്തോ, അതെല്ലാം ഞങ്ങൾ എന്താ പറയുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഞാൻ പറഞ്ഞത് രണ്ടും കൂടി സമീകരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം അദ്ദേഹം ദേവസ്വം വകുപ്പ് മന്ത്രിയാണ്. ആ ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്ന ഒരാൾക്ക് ശബരിമല പോലൊരു ക്ഷേത്രത്തിലെ തന്ത്രി ആരെന്നറിയില്ലേ, അവിടുത്തെ അകത്തെ പൂജാരി ആരെന്നറിയില്ലേ, അവിടുത്തെ AO ആരെന്നറിയില്ലേ, അവിടുത്തെ ഉദ്യോഗസ്ഥരാരാണെന്ന് അറിയില്ലേ. സൗഹൃദമാവാം, രാഷ്ട്രീയ പ്രതിയോഗികളായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ വരെ ചടങ്ങിന് സ്നേഹപൂർവ്വം ക്ഷണിച്ചാൽ പോകുന്നുണ്ടല്ലോ. നമ്മളൊക്കെ എത്രയോ എല്ലാ നേതാക്കളും, എല്ലാ പാർട്ടി ഭാരവാഹികളും, പല ജനപ്രതിനിധികളും, പല പാർട്ടി ഉള്ളവരും ഇല്ലാത്തവരും ആളുകൾ പോകുന്നുണ്ടതേ. ഇതിവിടെ വിഷയം വരുന്നത് ഈ പ്രശ്നം ഉയർന്നു വരുമ്പോൾ വകുപ്പ് മന്ത്രിയായിരുന്ന ഒരാളുടെ പലവരുമുള്ള സന്ദർശനം കൂടുതൽ ഗൗരവം അർഹിക്കുന്നു. അതുകൊണ്ടാണ് കടകംപള്ളിക്ക് കൂടുതൽ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വരുന്നത്. അതാണ് ആ നിലയിലാണ് കാണുന്നത്. കടകംപള്ളിയും പോയിട്ടുണ്ട്, അടൂർ പ്രകാശും പോയിട്ടുണ്ട്. പക്ഷേ കടകംപള്ളിയുടെ പോക്ക് കുറച്ചുകൂടി ഗൗരവത്തിലുള്ളതാണ്. കാരണം അദ്ദേഹം ആ സമയത്ത് ദേവസ്വം മന്ത്രിയാണ്. ഈ ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ട് കൂടുതൽ കച്ചവടങ്ങളിലേക്ക് ഇയാൾ പോയിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. VIP-കളുമായി ബന്ധം സ്ഥാപിക്കാൻ ഈ പോറ്റിക്ക് ഒരു പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു, താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ചിത്രങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് കടകംപള്ളി പറയുകയാണ്, ഞാൻ പോയിട്ടുണ്ട്, സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചപ്പോൾ പോയി എന്ന് പറയുമ്പോൾ പോറ്റി എങ്ങനെയാണ് കടകംപള്ളിയെ ബന്ധപ്പെടുന്നത്? നേരിട്ട് വിളിച്ചിട്ടാണ്. അപ്പോൾ നേരിട്ട് ആക്സസ് ഉണ്ട്, നേരിട്ട് വിളിച്ച് ക്ഷണിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ബന്ധം അവിടെയുണ്ട് എന്ന് മനസ്സിലാകുകയല്ലേ? ഈ കാര്യത്തിൽ പാർട്ടി കുറച്ചുകൂടി പ്രതിരോധത്തിലാകുന്നുണ്ടോ ശ്രീ ജയേന്ദ്രൻ? നിശ്ചയമായും ഇല്ല എന്നുള്ള കാര്യത്തിൽ എന്താണ് സംശയം സ്മൃതി? കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ തന്ത്രിയുടെ ഒരു അടുപ്പക്കാരൻ എന്നുള്ള നിലയിലാണ് താൻ കാണുകയും പരിചയപ്പെടുകയും ചെയ്തതെന്ന് മുൻപ് തന്നെ കടകംപള്ളി വ്യക്തമാക്കിയിട്ടുണ്ട്. കടകംപള്ളി എന്നല്ല, അടൂർ പ്രകാശ് അടക്കമുള്ള UDF നേതാക്കളും തന്ത്രിയുടെ അടുപ്പക്കാരൻ എന്നുള്ള നിലയിൽ തന്നെയാണ് മറ്റ് യാതൊരുവിധ പദവികളും ഔദ്യോഗിക അധികാരങ്ങളും ഇല്ലാത്ത, വേറൊരു രൂപത്തിൽ പറഞ്ഞാൽ ആ ശ്രേണിയിൽ, പൂജാ ശ്രേണിയിൽ ശബരിമലയിൽ ഏറ്റവും താഴെയുള്ള ഒരു പരികർമ്മി സ്ഥാനം മാത്രമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിലുള്ള വലിയ ലീഡേഴ്സിനോടും മന്ത്രിമാരോടും വരെ അടുപ്പം പുലർത്തക്കവണ്ണം ആളാവുന്നത് തന്ത്രിയുടെ ആ സമീപത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഏതോ ഒരു പ്രധാനപ്പെട്ട ആളാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം സ്ഥലങ്ങളിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുള്ളതെന്ന് നേരത്തെ തന്നെ വ്യക്തമായതാണ്. അത് കടകംപള്ളി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോ ഇതിന്റെ അകത്ത് എന്തെങ്കിലും അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിശ്ചയമായും കണ്ടുപിടിക്കുമല്ലോ. കണ്ടുപിടിക്കാനാണല്ലോ SIT ഉള്ളതും ഇപ്പൊ ED ഉള്ളതും.
അതങ്ങനെ തന്നെയാണല്ലോ. അതിൻ്റെ അകത്ത് ഈ കടകംപള്ളി പോയതിൽ മാത്രം എന്തോ ഒരു ഗുരുതരമായ പ്രശ്നമുണ്ട് എന്നും ബാക്കിയുള്ളവർ പോയതിൽ പ്രശ്നമില്ല എന്നൊന്നും കാണേണ്ട യാതൊരു കാര്യമില്ല. അങ്ങനെ കാണേണ്ടതില്ല ശ്രീജേന്ദ്രൻ. പക്ഷെ എന്നാലും കടകംപള്ളിയുടെ പോക്ക് ഗൗരവത്തിൽ കാണേണ്ടതല്ലേ? കാരണം ഇപ്പോൾ വീട്ടിൽ പോയ 2 സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട വിവരം അത് വെറുതെ പുറത്തു വരികയല്ല. SITക്ക് മൊഴി കൊടുത്തിട്ടുണ്ട്, SITക്ക് പോറ്റിയും മൊഴി കൊടുത്തിട്ടുണ്ട്, കടകംപള്ളിയും മൊഴി കൊടുത്തിട്ടുണ്ട്. അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ അങ്ങോട്ടേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. പോയ കാര്യത്തെക്കുറിച്ചുള്ളൊരു ചോദ്യം നമുക്ക് വരികയാണെങ്കിൽ SIT എന്തായാലും അടൂർ പ്രകാശിലേക്ക് എത്തിയിട്ടില്ല. ഇനി വരുമോ എന്ന് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, തനിക്ക് പോറ്റിയുമായി അങ്ങനെ ഒരു വ്യക്തിബന്ധമില്ല എന്നൊക്കെ കടകംപള്ളി പറയുമ്പോഴും ബാംഗ്ലൂരിലെ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ബാംഗ്ലൂർ എയർപോർട്ടിന് പുറത്ത് അല്ലേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ഇരിക്കുന്നു, കടകംപള്ളിയുണ്ട്, ഒപ്പം പോറ്റിയുണ്ട്, കാര്യമായൊരു ചർച്ച നടക്കുന്നതിൻ്റെ ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. അതേക്കുറിച്ച് ഇതുവരെ ഒരു അക്ഷരം കടകംപള്ളി പറഞ്ഞിട്ടില്ല കേട്ടോ. കടകംപള്ളി ഇപ്പൊ ഇന്ന് അദ്ദേഹം പറഞ്ഞ എന്താണ്, ഈ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് ഇയാളുടെ വീട്ടിൽ പോയിട്ടുണ്ട്, നമ്മുടെ ഇവിടെ പുളിമാത്തുള്ള വീട്ടിൽ പോയിട്ടുണ്ട് എന്നുള്ളത് SIT എന്നെ ചോദ്യം ചെയ്തപ്പോ അല്ലെങ്കിൽ മൊഴിയെടുപ്പിച്ചപ്പോ, ഇതാണ് അദ്ദേഹം പ്രയോഗിച്ച പദം, ഇതാണ് SIT എന്നെ ചോദ്യം ചെയ്തപ്പോ അല്ലെങ്കിൽ മൊഴിയെടുപ്പിച്ചപ്പോ ഞാനത് അവരോട് പറഞ്ഞിട്ടുള്ളതാണ്. അവർ ഇങ്ങോട്ട് ചോദിച്ചിട്ടില്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്നാണ് കടകംപള്ളി ഇന്ന് പറഞ്ഞത്. അല്ലാതെ അങ്ങനെ വിശാലമായി തുറന്നു പറയുകയായിരുന്നല്ല ശ്രീ ജയേന്ദ്രൻ. അതായത് പോറ്റി കൊടുത്ത മൊഴിയുടെ വാർത്ത പുറത്തു വരുന്നു, കടകംപള്ളി വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് പോറ്റി കൊടുത്ത മൊഴിയുടെ വാർത്ത പുറത്തു വരുമ്പോഴാണ് ശരിയാണ് ഞാൻ പോയിട്ടുണ്ടെന്ന് പറയുന്നത്. അല്ലാതെ നേരത്തേക്ക് പുറത്തേക്ക് വിളിച്ച് പറയുകയല്ല ചെയ്തിട്ടുള്ളത്. അല്ല, ഇതൊക്കെ ഇങ്ങനെ എത്രയോ പേരുടെ ഇപ്പൊ ഇന്നലത്തെ 19ാമത്തെ ഇടക്കാല ഉത്തരവുകൾ ഹൈക്കോടതി പറയുന്നില്ലേ, 203 പേരുടെ മൊഴി എടുത്തിട്ടുണ്ട് ഇതിനകം. നേരത്തെ പറഞ്ഞിരുന്നത് 181 മിനിഞ്ഞാന്ന് 203 പേരുടെ മൊഴി എടുത്തിട്ടുണ്ട്. ഇനിയും നിർണായകമായ ചില മൊഴികൾ എടുക്കാനുണ്ട് എന്ന് പറയുന്നു. ഈ മൊഴികളുടെ മുഴുവൻ വിവരങ്ങൾ നമ്മളുടെ ആരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലല്ലോ. അതൊന്നും ഹൈക്കോടതി പുറത്തു വിട്ടിട്ടുമില്ല. ഇടക്കാല ഉത്തരവിൽ പറയുന്ന ആ ഉത്തരവുകൾ മാത്രമാണ് നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് അന്വേഷണങ്ങൾ നടന്നിട്ടുള്ളത്, ഏതൊക്കെ രൂപത്തിലാണ് ഹൈക്കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന തെളിവുകളുള്ളത്, ഈ 19ാമത്തെ ഉത്തരവിൽ തന്നെ സ്മൃതി പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണ്? മറ്റൊരു കാര്യമാണ് 2017 ഈ കൊടിമര പ്രശ്നം പ്രത്യേകമായി എടുത്തു പറയുകയാണ് ഹൈക്കോടതി ചെയ്യുന്നത്. ചെറിയ കാര്യമാണോ അത്? ഇപ്പോ ഈ 17/10/2025 പോറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ അന്നാണല്ലോ അയാളെ അറസ്റ്റ് ചെയ്തത്, അകത്തിടുന്നത്. ആ റിമാൻഡ് റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ സുമാർ 2 കിലോ സ്വർണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നഷ്ടം വരുത്തുക എന്ന മനഃപൂർവ്വമായ ഉദ്ദേശത്തോടു കൂടി ചെയ്ത പണി എന്ന് പറഞ്ഞാണല്ലോ റിമാൻഡ് റിപ്പോർട്ട് തുടങ്ങുന്നത്. അതാണ് ആ കേസിന്റെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ 1ാം പ്രതിയുടെ റിമാൻഡ് ചെയ്തുള്ള തുടക്കം. അതിപ്പോ എവിടെ എത്തി നിൽക്കുന്നു? ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് പ്രത്യേകമായി ഡിവിഷൻ ബെഞ്ച് പറയുകയാണ്, ഈ കൊടിമര പ്രശ്നം ചെറിയ പ്രശ്നമല്ല. അന്ന് അതിൻ്റെ അകത്ത് അന്നത്തെ തന്ത്രി, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മറ്റൊരു ദേവസ്വം ബോർഡ് അംഗം, ഇങ്ങനെ തന്നെയാണ് പേരെടുത്ത് പറയുന്നത്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട നിർണായക പ്രാധാന്യമുള്ള പ്രശ്നമായിട്ട് കാണുകയാണ് ഹൈക്കോടതി ചെയ്യുന്നത്. അപ്പൊ എങ്ങോട്ടാണ് ഇത് തിളക്കുകയാണ് പ്രശ്നം, അതിന്റെ ഉള്ളിൽ അത് തിളയ്ക്കുന്നുണ്ട് പ്രശ്നം എന്താണെന്നുള്ളത്. അപ്പൊ അത് എത്രത്തോളം അതിന്റെ ഗ്രാവിറ്റി ഓരോ ദിവസവും വരെ അനുനിമിഷം അത് കൂടി വരികയാണ്. കാരണം ഇത് കവർച്ചാ കേസിലേക്ക് ക്ലിയർ കട്ടായിട്ട് എത്തുകയാണ്. അതിന്റെ ഉത്തരവാദികൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണുള്ളത്, ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ലീഡേഴ്സ് ആൻഡ് മിനിസ്റ്റേഴ്സ് ആണ്. അതടക്കം ആരാണെങ്കിലും ശരി, അവരൊക്കെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ലല്ലോ. ശരി, ശ്രീ മധു മണിമല, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ, വിവരങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത്? മാത്രമല്ല, ഇന്ന് കോടതിയിൽ നിന്നും പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശബരിമല നടന്നിരിക്കുന്നത് കൂട്ടക്കൊള്ളയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടക്കൊള്ളയിൽ ആരൊക്കെയാണ് കൂട്ടുപ്രതികൾ എന്നതറിയാൻ ഇനിയും എത്ര ദിവസം എടുക്കുമെന്നുള്ള പ്രശ്നമുണ്ട്. ഇപ്പോൾ അകത്ത് പോയവർക്ക് 90 ദിവസമാകുമ്പോൾ സ്വാഭാവിക ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. പോറ്റിക്ക് ഇപ്പോൾ ഒരു കേസിൽ ജാമ്യം കിട്ടിയിരിക്കുന്നു. അടുത്ത കേസിലെ ജാമ്യത്തിന് ഇനി അധികം ദൂരമില്ല. മുരാരി ബാബുവിന്റെ 90 ദിവസം ഇതാ നാളെ പൂർത്തിയാവുകയാണ്. ശ്രീ മധു മണിമല, ഇവിടെ UDFിൻ്റെയും LDFിൻ്റെയും പ്രതിനിധി ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഞാൻ ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ മാത്രമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശബരിമലയ്ക്ക് വേണ്ടി LDF സർക്കാർ നല്ല ചെയ്താലും UDF സർക്കാർ നല്ല ചെയ്താലും ഞാൻ അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് അംഗീകരിക്കുന്നത്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം 9.25 വർഷമായി പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 3 ദേവസ്വം മന്ത്രിമാർ ഈ കാലഘട്ടത്തിൽ ദേവസ്വം ഭരണം കൈയാളിയിട്ടുണ്ട്.
അതിൽ ആദ്യത്തെ ആൾ കടകംപള്ളി സുരേന്ദ്രനാണ്. കടകംപള്ളി സുരേന്ദ്രനും ഞാനുമായിട്ട് വ്യക്തിപരമായിട്ട് നല്ല ബന്ധത്തിലാണ്. അന്നും ഇന്നും എന്നും എന്നെപ്പറ്റി ഏറ്റവും നല്ല രീതിയിൽ വാക്കുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 2019 എൻ്റെ പരിപാടിയിൽ തിരുവനന്തപുരത്തെ സൗത്ത് പാർക്ക് ഹോട്ടലിൽ ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത അദ്ദേഹമാണ്. അശ്വതി തിരുനാൾ തമ്പുരാട്ടി അടക്കം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ ചെയർമാനും അഡ്വൈസറി ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ചെയർമാനുമായിരുന്ന രാജഗോപാൽ സാറ്, PP മുകുന്ദൻ സാറ്, ശബരിമലയായിട്ട് ബന്ധപ്പെട്ട നിരവധി വ്യക്തികൾ, CP നായർ സാർ അടക്കം ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുമുണ്ട്. കാരണം എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്, എനിക്ക് രാഷ്ട്രീയമല്ല. കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ച് ഈ 3 ദേവസ്വം മന്ത്രിമാരിൽ ശബരിമലയിൽ വന്നാൽ മടി കൂടാതെ ഭഗവാനെ തൊഴുകയും ശരണം വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. ഞാൻ ശബരിമലയിൽ അദ്ദേഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ യോഗ്യതയാണ്. അദ്ദേഹം യാതൊരു മറയുമില്ലാതെ ഭഗവാനെ വന്ന് അവിടെ തൊഴുതു നിൽക്കും, ശ്രീകോവിലിൽ നിന്ന് പ്രസാദം സ്വീകരിക്കും, തീർത്ഥം മേടിച്ച് സേവിക്കും, ഭസ്മവും കുങ്കുമവും ചന്ദനവും ഒക്കെ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്യും. എന്നാൽ പിന്നീട് വന്ന രാധാകൃഷ്ണൻ മന്ത്രി ശബരിമലയിൽ നിന്ന് തീർത്ഥം കൊടുത്താൽ സാനിറ്റൈസർ കൈ കഴുകുന്ന പോലെയാണ് അദ്ദേഹം കഴിയിട്ടുള്ളത്. മൂന്നാമത് വന്ന ദേവസ്വം മന്ത്രി VN വാസവൻ. എനിക്ക് അദ്ദേഹത്തോട് വളരെ സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് എടുത്തു പറയുന്നു. കാരണം ശബരിമല ശ്രീകോവിലിൻ്റെ മുമ്പിൽ വന്ന് ഭഗവാനെ തൊഴാനല്ലെങ്കിൽ വെട്ടി നാട്ടിയ കുറ്റി പോലെ അദ്ദേഹം വന്ന് നിന്നിട്ട് ആരെ കാണിക്കാനാണ്? അദ്ദേഹത്തിന് വിശ്വാസമില്ലെങ്കിൽ അദ്ദേഹം ക്ഷേത്ര ശ്രീകോവിലിൻ്റെ അങ്ങോട്ട് വരരുത്. ഭക്തരവിടെ നിന്ന് തൊഴുതട്ടെ. ഭക്തിയില്ലാത്തവർ, വിശ്വാസമില്ലാത്തവർ അവിടെ വരാൻ പാടില്ല. ഈ 3 മന്ത്രിമാരെ എടുക്കുമ്പോൾ ഞാൻ കാണുന്ന യോഗ്യത കടകംപള്ളി സുരേന്ദ്രൻ്റെ തന്നെയാണ്. കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് 2010 ഏറ്റവും കൂടുതൽ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ചിട്ടുള്ളൊരു സർക്കാർ ഇടതുപക്ഷ സർക്കാരാണ്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. ആദ്യമായിട്ട് ശബരിമലയ്ക്ക് സംസ്ഥാന ബജറ്റിൽ ഒരു ബജറ്റ് വിഹിതം കൊണ്ടുവന്നത് 2012 അന്ന് ഉമ്മൻചാണ്ടി സർക്കാരാണ്. അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിലെ ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ KM മാണി സാറാണ് 35 കോടി രൂപ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് സംസ്ഥാന ബജറ്റ് വിഹിതമായിട്ട് പ്രഖ്യാപിച്ചത്. നമുക്കിപ്പോൾ ദേവസ്വം മന്ത്രിമാരായിരുന്നവരുടെ ഭക്തി അളക്കാനുള്ള ഒരു സാഹചര്യമല്ലല്ലോ ഉള്ളത്. ഭക്തി വേറെ വിഷയമാണ്. ഭക്തിയുണ്ട് എന്ന് കരുതിയിരുന്ന പോറ്റിയും തന്ത്രിയുമാണല്ലോ ഇപ്പോൾ കട്ടതായി ഇപ്പോൾ നമുക്ക് വിവരം ലഭിക്കുന്നത്, പ്രതികളായി ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ ഭക്തി എന്നുള്ളത് പുറത്തേക്ക് നമ്മൾ കാണുന്നതല്ല, യഥാർത്ഥത്തിൽ ഉള്ള ഭക്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഭക്തി അളക്കേണ്ട. ഇപ്പോൾ നിരീശ്വരവാദികളെല്ലാം കള്ളന്മാരും ദുഷ്ടന്മാരും ഒന്നുമല്ല. അവരവരുടെ ഒരു നിലപാടുമായി മുന്നോട്ട് പോകുന്നു. അതല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം സ്വർണ്ണക്കൊള്ളയിൽ ആരാണ് കൂട്ടുപ്രതികൾ, ആരാണ് കൊള്ളയിൽ കൂടുന്നത്, ആരുടെ സഹായത്തിലാണ് ഈ പറഞ്ഞ പോറ്റി ഈ കള്ളം മുഴുവൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ദേവസ്വത്തിന് ഏറ്റവും കൂടുതൽ പണം കിട്ടിയത് അല്ലെങ്കിൽ ഫണ്ട് കിട്ടിയത് ആരുടെ ഭരണകാലത്ത് എന്നുള്ള വിഷയമല്ല. സ്വർണ്ണക്കൊള്ള ഏത് കാലത്ത് നടക്കുന്നു, സ്വർണ്ണക്കൊള്ളയിൽ ആരൊക്കെയാണ് കൂട്ടുപ്രതികൾ എന്നുള്ളതാണ് പ്രധാന വിഷയം. അപ്പോൾ പോറ്റിയുടെ വീട്ടിലേക്ക് പോയ കാര്യം സമ്മതിക്കുന്നു. പോറ്റിക്ക് വേറെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു, പലയിടത്തും സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇത് ഈ പറയുന്ന കടകംപള്ളിയുടെ മണ്ഡലത്തിനുമുണ്ടോ എന്ന സംശയം വരുമ്പോൾ അദ്ദേഹം അത് നിഷേധിക്കുന്നുണ്ട്. നമുക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ്. ഇതിൽ കൊള്ളയിൽ ആരു കൂടെയുണ്ട് എന്നാണ് അങ്ങയുടെ മനസ്സിലാക്കൽ? ഞാൻ ആദ്യം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രധാന പ്രതി തന്ത്രി കണ്ഠര് രാജീവ് തന്നെയാണ്. അന്നും ഇന്നും എന്ന് എൻ്റെ അഭിപ്രായം അതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും രാജീവ് തന്ത്രിയും തമ്മിൽ 2004 മുതലുള്ള ബന്ധമുണ്ട്, അതും ബാംഗ്ലൂരിൽ വെച്ച്. അതിനുശേഷം 2007 മണ്ഡല മകരവിളക്ക് കാലത്താണ് മാധവൻ പോറ്റി എന്ന കീഴ്ശാന്തിയുടെ സഹായിയായിട്ട് അല്ലെ പരികർമ്മിയായിട്ട് അദ്ദേഹം ശബരിമലയിലെത്തുന്നത്. ഇപ്പം കടകംപള്ളി സുരേന്ദ്രൻ വിചാരിച്ചാലോ, മന്ത്രി വാസവൻ വിചാരിച്ചാലോ, മന്ത്രി രാധാകൃഷ്ണൻ വിചാരിച്ചാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ദേവസ്വം ബോർഡ് വിചാരിച്ചാലോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമല എത്തിച്ച് അവിടെ സ്ഥിരം നിർത്താൻ പറ്റുകയില്ല. തന്ത്രിയുടെ ശക്തമായ റെക്കമെൻഡിൽ, തന്ത്രിയുടെ ശക്തമായ ശുപാർശയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല എത്തുന്നത്. ശബരിമല വന്നു കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ വളരെ മാതൃകാപരമായ പെരുമാറ്റമാണ്. നല്ല രീതിയിൽ എല്ലാവരുടെ ഇടപെടാൻ അറിയാം, വിവിധ ഭാഷകൾ അറിയാം. ഇന്ന് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ നമ്മളൊരു തെറ്റ് കണ്ടിട്ടില്ല. അങ്ങനെ തന്ത്രിയായിട്ടുള്ള ബന്ധം വളർത്തിക്കൊണ്ട് വന്നിട്ട് ഇയാൾ ശബരിമലയിൽ നിന്ന് മാസപൂജ കഴിഞ്ഞ് പോകുമ്പോൾ ഇയാൾ കുറേ പ്രസാദം കൊണ്ടുപോകും. ശബരിമല പ്രസാദം എന്നുള്ള രീതിയിൽ VIP കണ്ടതിൽ പ്രസാദം കൊടുക്കും, അവരുടെ കൈക്ക് ചരട് കെട്ടിക്കൊടുക്കും. അങ്ങനെ ഉന്നതതലത്തിലുള്ള ബന്ധങ്ങളുണ്ടായി. പിന്നെ ഇന്ന് ഞാൻ അറിഞ്ഞൊരു വിവരം, ഈ വീക്ക്നെസ് ഉള്ളവരെ പെടുത്താൻ എളുപ്പമാണ്. വീക്ക്നെസ് ഉള്ളവരെ നമ്മുടെ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജയേന്ദ്ര സാറ് ഒരിക്കൽ, അതായത് 2007 അദ്ദേഹം എഴുതിയിരുന്നു, രാഷ്ട്രീയ പത്രത്തിൽ അദ്ദേഹം എഴുതിയിരുന്നു, ഫ്രണ്ട് പേജിൽ 6 കോളത്തിൽ ബൈലൈൻ വെച്ച് എഴുതി ഒരു ദേവസ്വം ബോർഡിലെ ബ്ലാക്ക് മെയിലിങ്ങിനെ കുറിച്ച് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ പേരിൽ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് തെളിവ് ഇട്ടിട്ട് എഴുതിയിരുന്നതാണ്. അതുപോലെ തന്നെ രാജീവ് തന്ത്രിക്കും ചില വീക്ക്നെസ്സുകളുണ്ട്. ആ വീക്ക്നെസ്സുകൾ ചാനൽ ചർച്ചയിൽ ഞാൻ തുറന്നു പറയുന്നില്ല, അത് മര്യാദയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല.
രാജീവ് തന്ത്രിയുടെ വീക്ക്നെസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബ്ലാക്ക് മെയിലിൽ നിന്ന് തന്ത്രിക്ക് വിട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. തന്ത്രി വശപ്പെട്ടു പോയി. തന്ത്രിയെ കെണിയിൽ പെടുത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും രാജീവ് തന്ത്രിയും തമ്മിലുള്ള ബന്ധം കാരണമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് തുടക്കം കുറിച്ചത്. അതിനകത്ത് മന്ത്രിയോ പാർട്ടിയോ UDF LDF എന്നുള്ളതല്ല. അന്വേഷണം പൂർത്തിയാകുമ്പോൾ സത്യമായിട്ട് തന്നെ പുറത്തു വരും എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. കാരണം രാജീവ് തന്ത്രി, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, രാജീവ് തന്ത്രി അറിയാതെ ഒരു മൊട്ടുസൂചി പോലും ശബരിമലയിൽ നിന്ന് പോകത്തില്ല. കഴിഞ്ഞ മണ്ഡലകാലം ആരംഭിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ചാനലിൽ കേട്ടതാണ്, ശബരിമലയിൽ കർപ്പൂരം കൊണ്ടുവരാൻ പാടില്ല, സാമ്പ്രാണി കൊണ്ടുവരാൻ പാടില്ല, മാളികപ്പുറത്ത് നാളികേരം വിട്ടാൻ പാടില്ല, മാളികപ്പുറത്തെ മണിമണ്ഡപം അയ്യപ്പൻ്റെ ജീവസമാധിയല്ല, ഇതുപോലെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. ആ ഒരു വർഷം കഴിഞ്ഞ് നവഗ്രഹ പ്രതിഷ്ഠ നടത്തി. ആ നവഗ്രഹ പ്രതിഷ്ഠയ്ക്കും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അവിടെ ചെയ്യാൻ പാടില്ലാത്ത സമയത്ത് അത് ചെയ്തു. അന്ന് ജ്യോത്സ്യൻ പറഞ്ഞു ഇത് ചെയ്തവരും ചെയ്യിച്ചവരും 1 വർഷം കഴിയുന്നതിന് മുമ്പേ കാരാഗ്രഹവാസം അനുഭവിക്കേണ്ടി വരുമെന്ന്. ആ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ എത്തും. 6 മാസം കഴിഞ്ഞതേ ഉള്ളൂ അദ്ദേഹം കാരാഗ്രഹവാസം അനുഭവിക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ട്, അദ്ദേഹത്തിൻ്റെ ചീത്ത കൂട്ടുകെട്ടാണ് അദ്ദേഹത്തെ ഈ പതനത്തിൽ കൊണ്ട് കാണിച്ച്. എനിക്കേറെ സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടായിരുന്നു രാജീവ് തന്ത്രിയോട്. എന്നെ പുണ്യദർശന മാസികയുടെ അഡ്വൈസറി ബോർഡ് ചെയർമാനായിരുന്നു അദ്ദേഹം. എന്നെ വളർത്തിയതിൽ, ഞാൻ വളർന്നതിൽ എനിക്ക് ഒരുപാട് പിന്തുണ തന്ന ഒരാളാണ് അദ്ദേഹം. പക്ഷേ എനിക്ക് തുറന്നു പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അയ്യപ്പനോടാണ് കൂറും ഭക്തിയും വിശ്വാസമില്ല. അയ്യപ്പൻ കഴിഞ്ഞാലേ ഉള്ളൂ തന്ത്രിയോട്. അദ്ദേഹം തെറ്റ് ചെയ്തപ്പോൾ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, ഒരുപാട് പേര് തന്ത്രിയെ വിമർശിച്ചതിൻ്റെ വല്ല എന്നെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ സത്യമാണെന്ന് SIT കണ്ടെത്തി. SITയുടെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഇതിവിടെ LDF UDF കുറ്റം പറയണം, UDF LDF കുറ്റം പറയണം. എന്നാൽ BJP മുതലെടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഒരു പക്ഷത്തിൽ ശ്രീ മധുമണിമല, സ്വർണം കടത്തിയത് തന്ത്രിയെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണെന്നാണോ അങ്ങ് മനസ്സിലാക്കുന്നത്? ഇവിടെ പാരഡി പാടി എന്താ, സ്വർണം കടത്തിയതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. എന്നാൽ സ്വർണം കടത്തിയതാരപ്പ, തന്ത്രിയാണേ അയ്യപ്പ എന്ന് പറയാൻ എന്താ ആരും മടിക്കുന്നത്? എന്താ സ്വർണം കടത്തിയതാരപ്പ, തന്ത്രിയാണേ അയ്യപ്പ എന്ന് പറയാൻ എന്താ മടിക്കുന്നത്? എന്താ തന്ത്രിയുടെ പേരെടുത്ത് പറയാൻ എന്താ, വിമർശിക്കാൻ എന്താ ആരും തയ്യാറാവാത്തത്? അപ്പോൾ ഇതിനകത്ത് നിഗൂഢമായ ചില ലക്ഷ്യങ്ങളുണ്ട്, രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. എനിക്ക് രാഷ്ട്രീയമില്ല. ഞാൻ തിരുവനന്തപുരത്ത് ചെയ്താൽ ഞാൻ AKG സെൻറ്ററിൽ പോകാറുണ്ട്, ഇന്ദിരാഭവനിൽ പോകാറുണ്ട്, മാരാർജി ഭവനിൽ പോകാറുണ്ട്. എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒരുപോലാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് അയ്യപ്പനാണ് മുഖ്യം. ഞാൻ അയ്യപ്പനെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ശരണം വിളിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഭഗവാനെ ഓർത്തിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ മനസ്സിൽ ഭഗവാൻ തോന്നിക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് വ്യക്തമായിട്ട് തെളിവുണ്ട്. എൻ്റെ കയ്യിൽ 13 രേഖകളുണ്ട്. 13 രേഖകളുണ്ട്. ഈ രേഖകൾ വെച്ചിട്ട് സംസാരിക്കാം. തന്ത്രിയാണ് ഇതിനകത്ത് പ്രധാന വില്ലൻ. കാരണം നിങ്ങളൊക്കെ പറഞ്ഞു SIT അവിടെ ചെന്നിട്ട് എന്താ കാണുന്നത്? SITക്ക് വേണ്ടത് രേഖകളാണ്. SIT തന്ത്രിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ഡയറി കുറിപ്പുകളാണ്. വാജീവാഹന ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയത്തില്ല. അത് കോടതിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഒന്ന് മാധ്യമങ്ങളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, 100% ശരിയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഓരോരുത്തർക്കും കിട്ടുന്ന സോഴ്സുകൾ ഓരോന്നാണ്. എനിക്ക് ഇന്ന് കിട്ടിയ വിവരമാണ് തന്ത്രിയെ പെടുത്തിയതാണ്. തന്ത്രിയുടെ വീക്ക്നെസ് ആണ് തന്ത്രിയെ പെടുത്തിയത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഞാൻ ഒരാളുടെ നമ്പർ തരാം, നിങ്ങൾ വിളിച്ചു ചോദിക്കൂ. തന്ത്രിയെ പെടുത്തിയതാണ് എന്ന് പറയുമ്പോൾ തന്ത്രിയെ പെടുത്തിക്കൊണ്ടാണ് സ്വർണം കടത്തിയതെന്നാണോ അങ്ങ് പറയുന്നത്? പ്രധാനപ്പെട്ട വിവരങ്ങളാണ് അങ്ങ് പറയുന്നത്. ഉത്തരവാദിത്തത്തോടു വിശ്വസിക്കുന്നു. അത് ഇന്ന് കിട്ടിയ വിവരമാണ്. ഇന്ന് കിട്ടിയ വിവരമാണ്. തന്ത്രിയുടെ എനിക്ക് ഒരു ചാനൽ ചർച്ചയിൽ ഒരാളെ ആക്ഷേപിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ആ കാര്യം പറയുന്നില്ല. അദ്ദേഹത്തിന് ചില വീക്ക്നെസ് ഉണ്ടായിരുന്നു. ആ വീക്ക്നെസ്സുകൾ ശരിക്കും മുതലെടുത്തു അദ്ദേഹത്തിനൊന്നും മിണ്ടാൻ പറ്റില്ല. അതുപോലെ ഞാൻ പേരെടുത്ത് പറയാം. G. രാമൻ നായർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയതെന്ന 2005-2007 ജനുവരി 23 അദ്ദേഹം സ്ഥാനം ഒഴിയുന്നത്. അന്ന് ദേവസ്വം ബോർഡിന്റെ കാലാവധി 4 വർഷമായിരുന്നു. ഈ 4 വർഷത്തെ കാലാവധി 2 വർഷമായിട്ട് വെട്ടിച്ചുരുത്തി. എങ്ങനെയാണ്? NSന്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ സാർ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ എനിക്കൊരു ദേവസ്വം ബോർഡ് മെമ്പറാകാൻ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ദേവസ്വം ബോർഡ് മെമ്പറല്ല, അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് ശ്രീ G. സുകുമാരൻ നായരാണ്. അദ്ദേഹം ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലമാണ് കൊടുത്തത്. പക്ഷേ രാമൻ നായർ സർവീസ് സൊസൈറ്റിയോട് ബഹുമാനപ്പെട്ട NSSന്റെ ജനറൽ സെക്രട്ടറിയോട് നീതി കാണിച്ചില്ല. അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി. അപ്പം അദ്ദേഹം വിചാരിച്ച് 4 വർഷത്തേക്ക് എന്നെ ആർക്കും ചെയ്യാൻ പറ്റില്ല. 4 വർഷത്തേക്കാണ് ഈ ബോർഡിൻ്റെ കാലാവധി. 4 വർഷത്തിനുള്ളിൽ എന്നെ ആരും ഒന്നും ചെയ്യത്തില്ല എന്ന് വിചാരിച്ചു. അദ്ദേഹം സുധാകരനാണ് ദേവസ്വം മന്ത്രി. അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം ആവശ്യം ഉന്നയിച്ചു. പ്രത്യേക ഓർഡിനൻസ് കൊണ്ടുവന്നിട്ടാണ് രാമൻ നായരെ പുറത്താക്കിയത്. രാമൻ നായർ ഞാനും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹത്തിനെയും ചില വീക്ക്നെസ്സുകൾ ജയേന്ദ്ര സാർ നേരിട്ടറിയാം. ജയേന്ദ്ര സാർ ഈ ചാനൽ ചർച്ചയിലുണ്ട് അല്ലേ? അദ്ദേഹം പറയട്ടെ, നിഷേധിക്കട്ടെ. ആ ചാനൽ രാമൻ നായരുടെ വീക്ക്നെസ്സുകളെ കുറിച്ച് ആദ്യം പുറം ലോകം അറിയുന്ന ജയേന്ദ്ര സാർ കൂടിയാണ്. ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ചോദിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പെട്ടുപോയി. അദ്ദേഹത്തെ പെടുത്തിയതാരാ? MB ശ്രീകുമാറാണ്. പേരെടുത്ത് പറയാൻ എനിക്ക് ധൈര്യമുണ്ട്.
തൻ്റെ ഇടമുണ്ട്, തെളിവുണ്ട്. MP ശ്രീകുമാറിൻ്റെ വലയിൽ G രാമൻ നായർ വീണുപോയി. ആ G രാമൻ നായർ NS ആയിട്ട് തെറ്റി അവസാനം അദ്ദേഹത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം പോയി. ഓരോ വീക്ക്നെസ്സുകളുടെ കണ്ടെത്തിയിട്ടാണ് മധു മണിമല പറഞ്ഞത് ശരിവെക്കുന്നുണ്ടോ? അത് മധുമണിമല എനിക്കൊരു സഹോദര ബന്ധമുള്ള വ്യക്തിയാണ് ശ്രീ മധുമണിമല. മധു വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന സ്വഭാവമുള്ള ആളുമല്ല. ഈ ദേവസ്വം ബോർഡ് രാമൻ നായരുടെ കാര്യമൊക്കെ നമുക്കെല്ലാവർക്കും, ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞതാണ്, നിങ്ങൾ ഈ പരിപാടി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വാക്ക് അതുപോലെ തന്നെ പറയും, എഴുതി തുലക്കേണ്ടി വരും എന്നാണ് ഞാൻ പറഞ്ഞത്. എഴുതി തുലക്കേണ്ടി വരും. അദ്ദേഹം ഇയാളുടെ പണി നോക്ക് എന്ന് പറഞ്ഞ ഗസ്റ്റ് ഹൗസ് വെച്ചാണ് ഈ സംഭാഷണം ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ആദ്യം നേരിട്ട് പറഞ്ഞു തിരുത്താൻ നോക്കി, തയ്യാറല്ല എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ ഉത്തരവാദിത്തോടെ മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാളെന്നുള്ളത് ചെയ്യേണ്ട പണി ചെയ്തു. പിന്നെ അതുകൂടെ വെച്ചുകൊണ്ട് 4 വർഷമായ കാലാവധി VS ഗവൺമെന്റ് 2 വർഷമായി കുറച്ചു. അത് സ്വാഭാവികമാണ്, പുറത്തായി. എന്നിട്ട് പിന്നെയും അടുത്ത ഉമ്മൻചാണ്ടി സർക്കാരിൽ 3 വർഷമാക്കിയ ചരിത്രം വേറെ ഉണ്ട്. അങ്ങനെയാണ് MP ഗവർണർക്ക് വീണ്ടും 1 വർഷം കൂടെ ടൈം നീട്ടി കിട്ടുന്നു, അത് കഴിഞ്ഞ് പ്രയാസം വരുന്നു. അത് വേറെ കഥയാണ്. പക്ഷേ ഈ മധു പറഞ്ഞതിൽ വസ്തുതയുണ്ട്, ഒരു സംശയമില്ലാതെ പറയാൻ വസ്തുതയുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും എപ്പോഴും നമുക്ക് ഇങ്ങനെ ഇത്തരം ഒരു ചർച്ചയിൽ, പ്രത്യേകിച്ചും ഒരു മാധ്യമ സംവിധാനത്തിന്റെ, ഒരു മീഡിയ ഹൗസിന്റെ ചർച്ചയിൽ അങ്ങനെ പറഞ്ഞുകൂടാത്തതാണല്ലോ. അതുകൊണ്ട് ഞാൻ നിരുത്തം പറയുന്നതാണ്. ശരിയുണ്ട് മധു പറഞ്ഞതിൽ, നോ ഡൗട്ട്. ശരി. അപ്പോൾ ഈ ദൗർബല്യം മുതലെടുത്തുകൊണ്ടുള്ള ഭീഷണിപ്പെടുത്തൽ, ബ്ലാക്ക് മെയിലിംഗ് എവിടെയൊക്കെ പോയിട്ടുണ്ടാകാം, ഏതാളുകളിലേക്ക് പോയിട്ടുണ്ടാകാം എന്നുള്ള ചോദ്യം കൂടി ഉണ്ടല്ലോ. ശ്രീ മഹേഷ് പണിക്കർക്കും ഇക്കാര്യത്തിൽ ഗുരുതരമായ ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. ശ്രീ മഹേഷ് പണിക്കർ, അങ്ങ് ഈ പറഞ്ഞതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അങ്ങയുടെ അറിവിൽ കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇപ്പോൾ കടകംപള്ളി പോറ്റിയുടെ വീട്ടിൽ പോയത്, അടൂർ പ്രകാശ് പോയത്, വേറെയും അവിടുത്തെ MLA ആയിരുന്ന അംബിക പോയിട്ടുള്ളത്, അങ്ങനെ പ്രയാർ പോയിട്ടുള്ളത് തുടങ്ങിയ വിവരങ്ങളൊക്കെ ഇപ്പോൾ അയൽവാസി പറയുകയാണ്. അതെ, ഈ പോറ്റി എന്ന് പറഞ്ഞ മഹാമാന്ത്രികൻ അല്ലെ മഹാതാന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ എല്ലാ ചിത്രങ്ങളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് അദ്ദേഹം വീട്ടിൽ പോയ ആൾക്കാർ, സോണിയാഗാന്ധിയെ പോലെയുള്ള ആൾക്കാർ, അദ്ദേഹത്തിന്റെ വീട്ടിൽ വരുന്ന ആൾക്കാർ, മന്ത്രി, MP, MLA തുടങ്ങിയ ആൾക്കാർ, അപ്പം അത്രമാത്രം അദ്ദേഹത്തിന്റെ വലിപ്പമുണ്ട്. ഈ വലിപ്പം അത് തന്ത്രിയുടെ വലിപ്പം കടമെടുത്ത് അതിൽ നിന്ന് വളർന്നിട്ടുള്ള വലിപ്പം തന്നെയാണ്, അത് നമുക്ക് ഉറപ്പാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പോറ്റിയുടെ രീതി അയാൾ ഈ കൊടിമരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കൊടിമരത്തിന്റെ നമ്മുടെ അഡ്വക്കേറ്റ് കമ്മീഷണർ റിപ്പോർട്ടിൽ 2017 തന്നെ അദ്ദേഹത്തിന് ഒരു ലെറ്റർ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അയക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് അവിടുത്തെ മണി കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട്, താഴെക്കുടം പൂശുന്ന കേസുകളുണ്ട്. അപ്പം അതിനെ സംബന്ധിച്ച് ഒരുപാട് കൊള്ളയുണ്ട്. അതായത് നമ്മുടെ ഇതിന്റെ ബലിക്കൽപുരയുടെ മേളിലുള്ള 6 താഴെക്കുടം ഇവർ പൂശുന്നുണ്ട്. ആ പൂശുന്ന 600 ഗ്രാമാണ് ദേവസ്വം ബോർഡ് കൊടുക്കുന്നത്. 600 ഗ്രാം കൂടാണ്ട് ഈ പഴയ കൊണ്ടുപോയ താഴെക്കുടത്തിൽ നിന്ന് അവർ റിമൂവ് ചെയ്യുന്നുണ്ട്. സ്വർണം അഡ്വക്കേറ്റ് കമ്മീഷൻ റിമൂവ് ചെയ്യുന്നുണ്ട്. റിമൂവ് ചെയ്തിട്ട് 60 ഗ്രാമാണ് കിട്ടുന്നത്. അപ്പം അതൊക്കെ പക്ക താഴെക്കുടം അതുപോലെ കടത്തിയിട്ട് വേറൊരു പീസിൽ എടുത്തിരിക്കുകയാണ്. അപ്പം അങ്ങനത്തെ വലിയ കൊള്ള, നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്തെ രീതിയിലുള്ള കൊള്ള. അപ്പം അതൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ത്രൂ ആകാനാണ് സാധ്യത. ഈ കൊടിമരത്തിന്റെ ബേസിസിൽ നടന്നിരിക്കുന്ന ബാക്കി കൊള്ളകൾ, മണികൾ, ഈ പറഞ്ഞ കമ്പവിളക്കുകൾ, അപ്പം അയാളുടെ ആ ഒരു ഡെപ്ത് ഇതിനകത്തെല്ലാം ഈ ഓരോ ഇതിനും ആ കൊടിമരത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ കമ്പവിളക്ക് മാറ്റാനും, ഈ മണി മാറ്റാനും, ഈ താഴെക്കുടം മാറ്റാനും, അവിടുത്തെ കല്ലുകൾ ഇളക്കി വിരിക്കാനും, 18 താഴെയുള്ള കല്ലുകൾ ഇളക്കി വിരിക്കാനും, അപ്പം അങ്ങനത്തെ കുറേ ഉത്തരവുകൾ, കുറേ അനുജ്ഞ ഈ അഡ്വക്കേറ്റ് കമ്മീഷനും തന്ത്രിയും മാത്രം ചേർന്നെടുത്താണ്. ഈ അഡ്വക്കേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞ വ്യക്തി കൊടിമരം പണിയാൻ വന്നതാണ്, കൊടിമരത്തിന്റെ മേൽനോട്ടത്തിന് വന്നതാണ്. പക്ഷേ തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യത്തിനും ഇയാൾ കുറേ മാളികപ്പുറത്തിൽ അയാൾ കുറേ നിർദ്ദേശങ്ങൾ വെക്കുന്നുണ്ട്. അവിടെ കുറേ പണിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള തീരുമാനം എടുക്കുന്നുണ്ട്. വേഴപ്രഭുവിനെ കൊണ്ടുവന്നിട്ട് നവഗ്രഹ ക്ഷേത്രം അങ്ങനത്തെയുള്ള കാര്യം തീരുമാനം എടുക്കുന്നുണ്ട്. അതൊക്കെ ഈ അയാൾ ഇറങ്ങി പോകുന്ന സമയം വരെ അത് നടത്താനായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പിടി 2025 വരെ അവർ പോകുന്ന ഈ പിടി വീഴുന്നതിന് മുമ്പ് വരെ അവർ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊരു ഗ്രൂപ്പിന്റെ സംഭവം തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം പ്രസാദ് വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിലേ അങ്ങനെ പറയാൻ പാടുള്ളൂ. അല്ല, ആയിക്കോട്ടെ. അല്ല, അങ്ങനെ ആ ഒരു അന്വേഷണത്തിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. അത് ഞാൻ ഈ കുറുപ്പ് സാറിന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. കുറുപ്പ് സാറിന്റെ ആ ഒരു രീതിയിൽ നടന്നിട്ടുള്ള ഈ പറഞ്ഞ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ അന്വേഷിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ അദ്ദേഹം ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് കൊടുത്തിരിക്കുന്ന ഫൈനൽ റിപ്പോർട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം ഉൾപ്പെടെ.
അപ്പം ഈ വക കാര്യങ്ങളിനകത്തെല്ലാം ഉറപ്പായിട്ട് ഈ ഭഗവാന്റെ ശ്രീകോവിലിന്റെ കട്ടളയും കഥവും അതിനകത്ത് സ്വർണ്ണം അടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ മണിയോ അല്ലെ ഈ സ്തംഭവിളക്കോ ഒക്കെ കണ്ട വലിയ കാര്യമാണ്. വളരെ സിമ്പിളാണ്. അയാൾ അതും അതിന്റെ പരിപാടികളൊക്കെ ഈ ഒരു കള്ളക്കൂട്ടമാണ്. ആ കള്ളക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട തന്ത്രിയെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പങ്കാളിയാക്കിക്കൊണ്ടായിരിക്കാം. അതൊക്കെ അന്വേഷണത്തിൽ കൂടെ കണ്ടെത്തട്ടെ. കാര്യം എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാത്ത കാര്യമാണ്. പക്ഷെ എന്നാലും അങ്ങനത്തെ ഒരു രീതിയിൽ അദ്ദേഹത്തിന് ഫോഴ്സ്ഫുൾ ഈ കാര്യത്തിനകത്തെല്ലാം അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് മന്ദമുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളിൽ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം കാരാഗ്രഹത്തിൽ കിടക്കുന്നത്. ഈ മകരവിളക്ക് സമയത്ത് ഒരാൾ കാരാഗ്രഹത്തിൽ അത്രയും പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തിൽ അയ്യപ്പൻ അദ്ദേഹത്തെ അങ്ങനെ ഒരു പൊസിഷനിൽ കൊണ്ട് കയറ്റണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ പിന്നിൽ ആ ഒരു ക്രൈം ഉണ്ടായിരിക്കാം. ആ ക്രൈം നമുക്ക് അത് തെളിഞ്ഞു വരട്ടെ, അതിന്റെ അന്വേഷണം പൂർണ്ണമാകട്ടെ. കാര്യം പിന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ED അവിടെ കയറിയിട്ടില്ല, ബാക്കി 21 സ്ഥലത്ത് കയറി അവിടെ കയറിയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ അവർക്കപ്പം വ്യക്തമായ ഒരു ധാരണയോ അല്ല അയ്യപ്പൻ എന്തെങ്കിലും മറ്റ് കാര്യങ്ങളോ ഒക്കെ കാണും. മറ്റേ ഇവർ വലയാണല്ലോ വിരിക്കുന്നത്. വലയെന്ന് വെച്ചാൽ ഔട്ടറിൽ കൂടെ ഇന്റർലോട്ട് സെൻട്രൽ പോയിന്റിലോട്ട് ആദ്യം കയറി അവർ എന്താ പറയുക ചൂണ്ടയല്ലല്ലോ. വല വിരിക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടെ കോരിക്കൊണ്ട് വരാനായിട്ട് സൈഡിൽ കൂടെ കോരി അകത്ത് കോരാനായിരിക്കാം. പക്ഷെ അപ്പം അങ്ങനത്തെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് ഇതൊരു നല്ല രീതിയിലാണ് ഇപ്പോൾ ഈ അന്വേഷണം പോകുന്നത്. എന്റെ പ്രതി ഇപ്പൊ ED കൂടെ വന്ന് കയറിയപ്പോൾ എനിക്കതൊരു ശുഭാപ്തിയായിട്ടാണ് നോക്കുന്നത്. കാര്യം ഇപ്പൊ കുറെ പുള്ളിയുടെ അസറ്റുകളെ കുറിച്ച് 30 കോടിയുടെ വരുന്ന ആസ്തികൾ മരവിപ്പിച്ചിട്ടുണ്ട് മഹേഷ് പണിക്കർ. ഇപ്പോൾ പ്രധാന പ്രതികളുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചു എന്നുള്ള വിവരം. അതെ 30 കോടിയോളം സ്വത്ത് അയാൾ ഈ ഒരു കാലയളവിനകത്ത് അയാൾ സമ്പാദിച്ചു എന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് 1.3 കോടിയുടെ എനിക്ക് ബാങ്ക് അക്കൗണ്ടൊക്കെ ആയിരിക്കാം പെട്ടെന്ന്. അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതിൽ തന്ത്രിയുണ്ടോ? ഉണ്ടാകാം. അത് അന്വേഷണത്തിൽ കൂടെ വരട്ടെ. തന്ത്രിയോ മന്ത്രിയോ അല്ലെങ്കിൽ മറ്റുള്ള എന്താ പറയുക MPയോ MLA ഒക്കെ ഇതിനകത്ത് ഈ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ഇവർ തമ്മിൽ, അതായത് ക്രൈം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തൊരു സാമ്പത്തിക ഇടപാട്, എന്തെങ്കിലും ഒരു നേട്ടം, ആ ഒരു നേട്ടം ഉണ്ടാക്കി മറ്റുള്ളവർ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇവരുടെ ഫോൺ കോൾസ് പരിശോധിച്ചാലും ഈ പറഞ്ഞ സാമ്പത്തിക ഇടപാടുകൾ, ബാങ്ക് അക്കൗണ്ട്സ് ത്രൂ അല്ലെങ്കിൽ എന്തെങ്കിലും ജോയിന്റ് ആയിട്ടുള്ള എന്തെങ്കിലും വെഞ്ചർ, എന്തെങ്കിലും ലാൻഡ് ഒരുമിച്ച് മേടിച്ച് വിൽക്കുകയോ അല്ലെങ്കിൽ കിട്ടണം വെക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ED ഇപ്പം ഇത്രയും 10, 100, 200 പേരിപ്പം ഇതിന്റെ പറയാൻ അന്വേഷിക്കുകയല്ലേ. അപ്പം ഉറപ്പായിട്ടും ഇത് പുറത്തു വരും. ഇനി ആർക്കും ഇതൊന്നും പിടിച്ചു കിട്ടാൻ പറ്റത്തില്ല. അതിനപ്പുറത്തേക്ക് കടന്നുപോയി. ഇപ്പൊ ഒരു സീസൺ വരെ കഴിഞ്ഞ ദിവസം മഹാഗുരുതി കഴിഞ്ഞിട്ട് അയ്യപ്പൻ ആ യോഗ നിധിയിലോട്ട് ഒരു കേസിൽ സ്വാഭാവിക ജാമ്യം പോറ്റിക്ക് ലഭിച്ചിരിക്കുകയാണ്. കുറ്റപത്രം സമർപ്പിക്കാനായിട്ടില്ല. ഇപ്പോൾ കോടതിയുടെ മുന്നിൽ നമുക്കറിയാത്ത തെളിവുകളുണ്ട്, സാങ്കേതികമായ ചില കാര്യങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്, അതിപ്പോൾ പുറത്തേക്ക് വിടുന്നില്ല എന്ന് കോടതി പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സ്വാഭാവിക ജാമ്യം കിട്ടുന്ന രൂപത്തിലേക്ക് ആദ്യത്തെ കേസ് മാറുകയാണ്. ഇനി അടുത്ത കേസിനും അധികം സമയമില്ല. മുരാരി ബാബുവിന്റെ 90 ദിവസം നാളെ പൂർത്തിയാവുകയാണ്. പ്രതികൾ പുറത്തിറങ്ങിയാൽ വലിയ കുഴപ്പമാണ് എന്ന് SIT പറയുമ്പോഴും പുറത്തിറങ്ങാതിരിക്കാനുള്ള വിവരങ്ങൾ കോടതിയിൽ എത്തിക്കേണ്ടതുണ്ട്. കുറ്റപത്രം സമർപ്പിക്കാനുള്ള സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമില്ലായ്മ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? തീർച്ചയായിട്ടും ഇപ്പം 4 കിലോളം സ്വർണം പോയി എന്ന സ്വർണ്ണത്തിന്റെ കണക്കിലാണ് 4 കിലോ പോയത് 400 ഗ്രാം ആ റേഞ്ചിൽ അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ള സംഭവം വരുമ്പോഴത്തേക്ക് ഈ പാളികളുടെ പുറകെ പോയേ പറ്റൂ. ഇവർ സത്യം പറഞ്ഞാൽ ഇതുവരെയും ഹൈദരാബാദിലെ ആ ഡ്യൂപ്ലിക്കേറ്റ് പാളി ഉണ്ടാക്കിയ രീതിയിലേക്ക് പോയിട്ടില്ല, അവിടത്തേക്ക് അന്വേഷണം പോയിട്ടില്ല. അതുപോലെ തന്നെ ഈ നമ്മുടെ ധാരപാലക പാളികളും കൊണ്ട് ഇവർ ഘോഷയാത്രയായിട്ട് ജയറാം ഉൾപ്പെടെയുള്ള സിനിമാ നടന്മാരുടെയും പല ഉന്നത വ്യക്തികളുടെയും വീടുകളിൽ പൂജ നടത്തിയിടത്തേക്ക് പോയിട്ടില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് ആ പൂജകളൊക്കെ നടത്തിയ കൊച്ചുതന്ത്രിയാണ്. അപ്പോൾ കൊച്ചുതന്ത്രിയുടെ ഇപ്പം നമ്മുടെ ശബരിമല ക്ഷേത്രം അടച്ചിട്ടല്ലേ അദ്ദേഹത്തിന്റെ ആ ഒരു വിവരങ്ങളൊക്കെ അവർക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആ വിവരം എടുക്കുമ്പോഴത്തേക്ക് ഇത് എവിടെയൊക്കെയാണ് പൂജ നടന്നത്, ഏതൊക്കെ ആളുകളുടെ വീടുകളിലാണ്, അപ്പം ആ പൂജകളൊക്കെ കണ്ടെത്തി അവിടെയൊക്കെ ഉണ്ടോ. പിന്നെ ഈ പറഞ്ഞ സ്പോൺസേഴ്സായിട്ട് വന്നിട്ടുള്ള പല കാര്യങ്ങളിനകത്ത് ഈ ഒരു കാലയളവിനകത്ത് സ്പോൺസേഴ്സായിട്ട് വന്നിട്ടുള്ള അമിത വിശ്വാസമുള്ള ആൾക്കാർ, അപ്പം അവരിലുള്ള ആൾക്കാരിലേക്കൊക്കെ അവരുടെ കയ്യിലൊക്കെ അബദ്ധവശാൽ ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ ഒരു മഹാമാജിക് കാണിച്ച് ഇയാൾ അവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടോ. അപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂട്ടാളികൾ ആരാണ്, അത് വിശ്വാസപരമായിട്ടും അല്ല അദ്ദേഹത്തിൻ്റെ ക്ലയൻസ് ആരാണ്, ആ ക്ലയൻസിനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഇത് കണ്ടെത്താൻ പറ്റുന്നതിനാണ് എൻ്റെ വിശ്വാസം. അതിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു 4-5 ദിവസത്തിനുള്ളിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇപ്പോൾ ശ്രീ മധു മണിമല പറഞ്ഞതിനോട് അങ്ങേക്ക് പ്രതികരിക്കാം. അതോടൊപ്പം തന്നെ കടകംപള്ളി ഞാൻ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അടൂർ പ്രകാശിനും മറുപടി പറയാനുള്ള സമയമായില്ലേ? പരസ്യമായി ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതല്ലേ? അദ്ദേഹം എവിടെ? അദ്ദേഹം എവിടെങ്കിലും ഒളിച്ചു പോയിട്ടുണ്ടോ? അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മാധ്യമപ്രവർത്തകർ അറിയേണ്ട ഒരു കാര്യം, ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തവരെ നിങ്ങളെന്നാണ് അറിഞ്ഞത്. എത്ര ദിവസം കഴിഞ്ഞാണ് അറിഞ്ഞത്? ആര് സ്ഥിരീകരിച്ചപ്പോഴാണ് അറിഞ്ഞത്? പക്ഷെ അതേസമയം നിങ്ങൾ ഇല്ലാത്ത നോട്ടീസ് ചൂണ്ടിക്കാണിച്ച് നാളെ രാവിലെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു, ഇന്ന് ചോദ്യം ചെയ്യാൻ പോകുന്നു, നാളെ അറസ്റ്റ് ചെയ്യും എന്ന് വാർത്ത കൊടുക്കുന്നതിലെ യുക്തി എന്താണ്?
എന്ത് യുക്തിയാണ്? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് 10, 40, 50 വർഷം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടാണ് ഒരാൾ ഉയർന്ന പദവികളിലേക്ക് വരുന്നത്, ഏത് പാർട്ടിയിൽപ്പെട്ട നേതാവായാലും. അപ്പം നമ്മൾ ഒരാൾക്കെതിരെ വെറുതെ ഇല്ല, ഇപ്പോൾ നോട്ടീസ് വന്നിട്ട് നമ്മൾ ചർച്ച ചെയ്യുക, അദ്ദേഹത്തെ നോട്ടീസ് നടത്തി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം നിങ്ങൾ ഡിബേറ്റ് ചെയ്യും. അതല്ല ചുമ്മാ നമ്മൾ ആരോപണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ആളുകൾ ഈ പറയുന്ന നോട്ടീസ് കൊടുക്കുമ്പോഴല്ലല്ലോ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഇതിനു മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടതിന് ചുറ്റും നിൽക്കുന്നവർ, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ എല്ലാവരെയും നമ്മൾ സംശയത്തിന് നിലയിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോറ്റിയുടെ വീട്ടിൽ പലതവണ, ഒന്നും രണ്ടുമല്ല പലതവണ അടൂർ പ്രകാശ് പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അയൽവാസി പറഞ്ഞിട്ടുള്ളത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് എന്ന നിലയ്ക്ക്, അദ്ദേഹം മുതിർന്ന നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതല്ലേ? ജനങ്ങളോട് മറുപടി പറയേണ്ടതല്ലേ? കാരണം ഇപ്പോൾ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോറ്റിയെ കൊണ്ടുപോയത് അടൂർ പ്രകാശാണ് എന്ന ആരോപണം അടക്കം നിൽക്കുന്ന ഘട്ടത്തിൽ ഞാൻ പറയുന്നത് ആരോപണം, ആ വാക്ക് വളരെ ഗൗരവമുള്ളതാണ്. ആരോപണം ആരുന്നയിക്കുന്ന ആരോപണം? ആരാണ് ഇതിന്റെ അതോറിറ്റി? ആളുകൾക്കെതിരെ ചുമ്മാ തോന്നിയാസം വിളിച്ച് പറഞ്ഞാൽ മതിയോ? ഞാൻ പറയുന്നത് നിലവിൽ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും സന്ദർഭത്തിൽ, ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ തന്നെ ഒരു MLA യുടെ പേര് ഇവിടെ പരാമർശിച്ചല്ലോ, പോറ്റിയുടെ വീട്ടിൽ പോയി. കോൺഗ്രസ് പാർട്ടിയുടെ UDFന്റെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാൻ അവരെ അറസ്റ്റ് ചെയ്യണം, അല്ലെ അവരെ ചോദ്യം ചെയ്യണം, എന്താ ഞാൻ അവരുടെ പേര് പരാമർശിക്കാത്തത്? മിനിമം ഒരു ഔചിത്യമൊക്കെ വേണ്ടേ? അവരെ വിളിക്കട്ടെ എന്ന്, അവരെ വിളിച്ച് ചോദ്യം ചെയ്യട്ടെ. ഇവിടെ കടകംപള്ളി സുരേന്ദ്രന്റെ പേര് സ്പെസിഫൈ ചെയ്ത് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത വിവരം 3 ദിവസം കഴിഞ്ഞാണ് ഈ മാലോകർ അറിഞ്ഞത്. എന്തുകൊണ്ട് അത് മറച്ചു വെക്കപ്പെട്ടു? ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റാണ് ഭരിക്കുന്നത്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്, CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെയാണ് ചോദ്യം ചെയ്തത്. അതെല്ലാം മാധ്യമപ്രവർത്തകരുടെയും പൊതുസമൂഹത്തിന്റെയും മുന്നിൽ മറച്ചു വെച്ചു. ബന്ധപ്പെട്ട് കോൺഗ്രസ് വിഷയം ഉന്നയിച്ചിട്ടുള്ളത് ദേവസ്വം മന്ത്രിക്ക് പങ്കുണ്ട് എന്ന ഉത്തരവാദിത്തത്തോടു കൂടി പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണ് അഡ്വക്കേറ്റ് അനിൽ ബോസ്. അല്ല, ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് പങ്കുണ്ടെന്ന് എന്തുകൊണ്ടാണ് അത് പറയേണ്ടി വരുന്നത്? ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് പങ്കുണ്ടെന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നിലവിൽ വെറുതെ ഒരു ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിലല്ലോ പറഞ്ഞത്, ആണോ? അങ്ങനെയാണോ പറഞ്ഞത്? ഓരോ ഘട്ടമുണ്ട്. ഈ വിഷയം ഉയർന്നു വരുന്ന സന്ദർഭത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ സ്റ്റെപ്പുണ്ട്. അത് ഉദ്യോഗസ്ഥരുടെ റോള്, അതിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ റോള്, ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ റോള്, അങ്ങനെ ഓരോ റോളും വ്യക്തമായി വരുമ്പോഴാണ്. എന്തിനാണ് പത്മകുമാർ പോയി അകത്ത് കിടക്കുന്നത്? എന്തിനാണ് എൻ വാസു പോയി അകത്ത് കിടക്കുന്നത്? അവരാരായിരുന്നു? ഏത് പാർട്ടിയുടെ നേതാവായിരുന്നു? ആരായിരുന്നു മന്ത്രി? അപ്പൊ സ്വാഭാവികമായും എന്തിനാണ് ദേവസ്വം ബോർഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ പലരെയും വിജിലൻസിന്റെ അടക്കം ചുമതല വഹിച്ച ആളുകളെ മാറ്റി നിർത്തേണ്ടി വന്നത്? മാറ്റി നിർത്തി അവർ തൽക്കാലം പൊസിഷനിൽ നിന്ന് ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ പറഞ്ഞ എന്തിനാണ്? അപ്പൊ അത്തരം കാര്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ പ്രൂവബിൾ ആയി നമ്മുടെ മുൻപിൽ എത്തുമ്പോഴാണ് ഒരാൾക്കെതിരെ വന്ന് സംസാരിക്കുന്നത്. ഇവിടെ ഇരുന്നുകൊണ്ട് ആ ഇടതുപക്ഷ മുന്നണിയുടെ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാർക്കെതിരെ ഞങ്ങൾ ആരോപണം ഉന്നയിച്ചോ? ഇല്ലല്ലോ. എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അടൂർ പ്രകാശിനെ നിങ്ങൾക്ക് ആക്ഷേപിക്കണോ, ആരോപിക്കണോ? നിങ്ങൾ ചെയ്തോ. പക്ഷെ അതിന് മിനിമം ഒരു നോട്ടീസെങ്കിലും വരട്ടെ. അതിനുള്ള സാവകാശം കൊടുക്കുന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ അദ്ദേഹം അത് ചെയ്തിട്ടില്ലെന്നോ ചെയ്തിട്ടുണ്ടെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. അദ്ദേഹത്തെ സംരക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മൾ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ഒരു നോട്ടീസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മൊഴിയെടുക്കാൻ എന്തെങ്കിലും സാങ്കേതികമായ നിയമപരമായ കാര്യങ്ങളാണ്. ഇതിൽ ധാർമ്മികത എന്ന് പറഞ്ഞ ഒരു വിഷയം അവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ ശബരിമല വിശ്വാസികളുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. ഒറ്റ കാര്യം അനിൽ ബോസ്, അങ്ങ് ഇത്രയും പറഞ്ഞാൽ മതി. കാരണം ഇപ്പോൾ കോൺഗ്രസിനെ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഇടതുപക്ഷം ഉന്നയിക്കുന്ന കാര്യം, ഒറ്റ മിനിറ്റ്, സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എങ്ങനെ പോറ്റി എത്തി എന്നുള്ളതാണല്ലോ. സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോറ്റി എത്തിച്ചത് ആര്? അപ്പോൾ അന്ന് അടൂർ പ്രകാശ് പറഞ്ഞു, ഞാനല്ല, എനിക്കിതിൽ പങ്കില്ല, എനിക്ക് 2019 പരിചയമുള്ളൂ, മറ്റ് വിവരങ്ങളൊന്നുമില്ല, നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് പരിചയം മാത്രം എന്ന് പറയുന്നു. അങ്ങനെ വെറും പരിചയമുള്ള ഒരാളുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് തവണ പോയി എന്ന് പറയുമ്പോൾ അതിലൊരു അസ്വാഭാവികതയുണ്ട്. പോറ്റി അവിടെ എത്തിയത് അടൂർ പ്രകാശ് വഴിയാണെന്ന് ഇനി സ്വാഭാവികമായും സംശയിക്കാവുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ മറുപടി പറയണ്ടേ, ജനത്തോട് മറുപടി പറയണ്ടേ അഡ്വക്കേറ്റ് അനിൽ ബോസ്? ഇനി ഒരു നോട്ടീസിന് കാത്തു നിൽക്കുകയാണോ മറുപടി പറയാൻ? അല്ലാതെ CPM സ്മൃതിയുടെ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. CPM പറയുന്നു സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി, സോണിയാഗാന്ധിയുടെ വീട്ടിൽ അടൂർ പ്രകാശ്. ഇത് ആദ്യം നിങ്ങൾ MA ബേബിയെ ബോധ്യപ്പെടുത്തുന്നേ.
CPM-നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലീഡർ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സംഘടനാ രീതി അനുസരിച്ച് CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയാണ്. ശരി. ആ MA ബേബി ഓൺ ചെയ്യാത്ത ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു CPM-കാരൻ എവിടെയെങ്കിലും നിന്ന് പറഞ്ഞെന്ന് വിചാരിച്ച് ഞങ്ങൾ അതിനെല്ലാം മറുപടി. അല്ല, MA ബേബി എന്താണ് പറഞ്ഞത്? അതിന് CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ നിലപാടാണോ അങ്ങ് പറയൂ അഡ്വക്കേറ്റ് ബോസ്. MA ബേബി എന്താ പറഞ്ഞത്? സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി സോണിയാഗാന്ധിക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന് പറഞ്ഞോ? ഇല്ല. സോണിയാഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ടെന്ന് സോണിയാഗാന്ധിയെ പറയുന്നില്ല എന്ന് പറയുന്നു MA ബേബി. അതിൽ നല്ല വ്യക്തതയുണ്ട്. സോണിയാഗാന്ധി ആ തരത്തിൽ ആരോപണം ഉന്നയിക്കാൻ ശരിയല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടില്ല, സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ടെന്ന് പറയുന്നു. സോണിയാഗാന്ധിയല്ല, സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തിച്ച ആളെ കുറിച്ചാണ് ചോദിച്ചത്. അത് അന്വേഷിക്കുന്നേ. 10-11 വർഷമായി ഇന്ത്യയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി, 10 വർഷത്തോളമായി കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഞങ്ങളെ കയ്യാമം വെക്കണമെന്ന് ആഗ്രഹിച്ച് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കുറ്റം കണ്ടെത്താൻ നടക്കുന്ന 2 പാർട്ടികൾ കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിലേക്കാ. ഞങ്ങൾ അന്വേഷിക്കണോ? ഇനി നിങ്ങളങ്ങ് അന്വേഷിക്കണ്ട. നിങ്ങൾക്കെതിരായ ഇത് തന്നെയാണ് CPM പറയുന്നത്. നിയമത്തിന്റെ വഴിക്ക് പോകുന്നു, പാർട്ടി അതിൽ ഇടപെടുന്നില്ല എന്ന് പറയുന്നത് ഇതേപോലത്തെ ഉത്തരമല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ എങ്ങനെയാ പറയാൻ പറ്റുന്നത്? അതെങ്ങനെയാ? അത് രണ്ടും കൂടെ എങ്ങനെയാ നിങ്ങൾ സമീകരിക്കുന്നത്? CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗവും അല്ലല്ല പറയട്ടെ. നിങ്ങൾ ഒരു മിനിറ്റ് സ്മൃതി ചോദിച്ചാൽ എനിക്ക് മനസ്സിലായി. ഒരു മിനിറ്റ്. കോന്നി MLA-യും മുൻ കോന്നി MLA-യും CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗവുമായ ഒരാൾ ജയിലിൽ കിടന്നിട്ട് അയാൾ കുറ്റം ചെയ്തു എന്ന് അംഗീകരിക്കാത്ത ഒരു പാർട്ടി ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ചാനൽ ചർച്ചകളിലോ പത്രമാധ്യമങ്ങളിലോ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ വഴിയോരങ്ങളിലോ നിന്ന് പറയുന്നതിന് ഞങ്ങൾ മറുപടി പറയണോ? CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം മുൻ MLA ജയിലിൽ കിടക്കാണ്. CPM-ന്റെ ലോക്കൽ കമ്മിറ്റിയിൽ ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചു വന്ന N. വാസു ജയിലിൽ കിടക്കാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ അംഗീകരിച്ചോ അവര് പ്രതിയാണെന്ന്? അവര് കുറ്റം ചെയ്തു എന്ന് ഇവരിപ്പോഴും അംഗീകരിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ആ ഇളവ് തരണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ശരി, ഞങ്ങൾ ആ ഒരു സമീപനം സ്വീകരിക്കുന്നില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ ഏതെങ്കിലും നേതാക്കൾക്കെതിരെ ആരോപണം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിക്കുന്നേ. നിങ്ങൾ അന്വേഷിച്ച് അറസ്റ്റ് ചെയ്യുന്നേ, കസ്റ്റഡിയിൽ എടുക്കുന്നേ. ഇവിടെ ആർക്കാ തർക്കം? പക്ഷേ തന്ത്രി വന്നതിന് ശേഷം ഇനി ഏതെങ്കിലും മുന്നണിയിൽപ്പെട്ട 2 നേതാക്കന്മാരുടെ പേര് ഡെയിലി ചർച്ച ചെയ്ത് ഈ വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ ഒറ്റ കാര്യം ഞാൻ പറയാം. കൊലക്കേസുകൾ പലതും, ഒരുപാട് കൊലപാതക കേസുകൾ നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് വിവിധ കോടതികളിൽ. ഈ കേസുകളിലൊക്കെ പ്രതികൾ ഊരിപ്പോകുന്നത് എന്തുകൊണ്ടാണ് സ്മൃതി? നമ്മളൊരു കേസ് ഉണ്ടാകുമ്പോൾ ആ കേസിൽ നമുക്ക് വൈരാഗ്യ ബുദ്ധിയുള്ള ആളുകളെ അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കുറെ ആളുകളെ അങ്ങ് പ്രതി ചേർക്കും. യഥാർത്ഥ FIR ആണെങ്കിൽ ഒരു കൊലക്കേസിലും ഒരു പ്രതിയും ഊരിപ്പോകില്ല. അപ്പൊ നമ്മള് ഈ വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിലെ മുഴുവൻ അയ്യപ്പ ഭക്തരെയും വേദനിപ്പിക്കുന്ന, സമൂഹത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അവിടെ കക്ഷിയല്ലാത്ത ആളുകളുടെ പേരുകൾ ഒന്നൊന്നായി നമ്മൾ ആരോപിച്ച് പൊതു ചർച്ചയാക്കി മാറ്റുന്ന വഴി എല്ലാവരും പ്രതിയാണെങ്കിൽ പിന്നെ എല്ലാവരും പോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു സമീപനത്തിലേക്ക് നിസ്സാരവൽക്കരിക്കപ്പെടില്ലേ? ഒറിജിനലായി കുറ്റം ചെയ്ത ആളുകൾ ഇതിൽ ഊരിപ്പോവില്ലേ? നമുക്ക് ആരോപണം ഉന്നയിക്കാം, ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാം, ആർക്കെതിരെ വേണമെങ്കിലും നമുക്ക് ആരോപണം ഉന്നയിക്കാം. മനസ്സിലായില്ലേ? അങ്ങനല്ല ഒരു വിഷയത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ശബരിമല പോലെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ ഇത്രയും നമ്മുടെ നാട് കണ്ടിട്ടില്ലാത്ത ഒരു വലിയ കൊള്ള, ആ കൊള്ളയിൽ കുറ്റക്കാർക്കെതിരെ ആരോപണം വരട്ടെ, അവർക്കെതിരെ അന്വേഷിക്കട്ടെ. അല്ല നമ്മൾ മുഴുവൻ പേരുടെയും പേരിൽ ആരോപണം. അയ്യപ്പനെ കാണാൻ പോയ മുഴുവൻ ആളുകളും കുഴപ്പക്കാരാണ്. അതിന് മറുപടി ജനത്തോട് പറയേണ്ടതുണ്ട്. ശ്രീ ജയേന്ദ്രൻ, ഇപ്പോൾ പത്മകുമാറുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് കോടതി പറഞ്ഞാലേ അല്ലെങ്കിൽ SITയുടെ വിവരം വന്നാലേ വിടുകയുള്ളൂ എന്ന് പറയുന്നത് ശരിയായ മറുപടിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും വിശാലമായ നിലപാടെന്താ? ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പാർട്ടിയുടെ, മുന്നണിയുടെ ഔദ്യോഗിക നിലപാടെന്താ? ഞങ്ങൾ പറയുന്നത് നിലവിലിരിക്കുന്ന പ്രതികളായി ജയിലിൽ കിടക്കുന്നവരെ പോലും കുറ്റം ചെയ്തു എന്ന് അംഗീകരിക്കാത്ത CPM-ന്റെയും ഭരിക്കുന്ന സർക്കാരിന്റെയും നടപടികൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ സ്വതന്ത്രമായി അന്വേഷിക്കുക. പോയിട്ടില്ല, നിങ്ങൾ പുറത്തു തന്നെയാണ്. അപ്പോൾ കുറച്ചുകൂടി മാതൃക കാണിച്ചുകൊണ്ട് ഞങ്ങളിതാ ജയിലിലേക്ക് പോയ ആരുമില്ല, എന്നിട്ട് പോലും ഇതാ ഞങ്ങളിതാ തുറന്ന സമീപനം എടുക്കുന്നു, നിങ്ങൾ മാതൃക കാണിക്കുന്നേ. മറു ചോദ്യവും മറു ആരോപണവും അല്ല ഉത്തരം. അതിനാണ് ഞങ്ങൾ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നത്. അല്ല, അങ്ങനെ സ്വാഗതം ചെയ്തില്ല. പോറ്റിയുടെ വീട്ടിൽ എത്ര തവണ പോയി എന്ന് പറയണം. പോറ്റിയുടെ വീട്ടിൽ എത്ര തവണ പോയി, എന്തിനു പോയി എന്ന് പറയണമെന്നേ അടൂർ പ്രകാശ്. അപ്പോഴല്ലേ അതിൽ സുതാര്യത വരിക. അത് വൈകുന്നേരം
ഈ ചർച്ച കഴിയുമ്പോഴത്തേക്ക് സ്മൃതി പരുത്തിക്കാട് ഒരു ലെറ്റർ എഴുതിയിട്ട് സൈൻ ചെയ്ത് ഓർഡർ കൊടുക്കുക. അടൂർ പ്രകാശ് എത്ര തവണ പോയി, ഏതൊക്കെ വീട്ടിൽ പോയി, എപ്പോഴാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ ജോലിയാണ് ചെയ്യുന്നത്? സാധ്യമാകും. മറുപടിയല്ല. ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്, ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്നത് ഞങ്ങളല്ല. ആരോപണത്തിന്റെ പുകമറ സൃഷ്ടിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് വിശദമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിന്റെ അകത്ത് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കുണ്ടോ? അന്വേഷിച്ചോട്ടെ, അവർക്കെതിരെ കേസെടുത്തോട്ടെ, അവരെ അറസ്റ്റ് ചെയ്തോട്ടെ, അവരെ ന്യായീകരിക്കാൻ ഞങ്ങൾ വരില്ലാന്നേ. ശരി ശ്രീജയേന്ദ്രൻ, ഇപ്പോൾ പത്മകുമാറുമായി ബന്ധപ്പെട്ട് ശ്രീജയേന്ദ്രൻ കുറ്റപത്രം വരട്ടെ എന്നാണല്ലോ പാർട്ടി കാത്തിരിക്കുന്നത്. പക്ഷെ പത്മകുമാറുമായി ബന്ധപ്പെട്ട് കോടതി തുടർച്ചയായി പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും പറയുന്നു പത്മകുമാർ പുറത്തിറങ്ങിയാൽ അപകടമാണ്, പത്മകുമാറിന് വലിയ ബന്ധങ്ങളാണെന്ന് പറയുന്നു, വലിയ സ്വാധീനമാണെന്ന് പറയുന്നു. ആ സ്വാധീനം എന്ന് പറയുന്നത് എവിടെയാണ്? ഭരണത്തിലിരിക്കുന്നവരുമായിട്ടായിരിക്കുമല്ലോ ആ സ്വാധീനം. അതേക്കുറിച്ച് കോടതി എന്ന് പറയുകയാണ്. ഈ ഘട്ടത്തിലും പാർട്ടി പത്മകുമാറിനൊപ്പമാണോ എന്ന ചോദ്യം വരുമ്പോൾ അതിന് മറുപടി വേണ്ടത് പാർട്ടിയിൽ നിന്നാണ്. അല്ല, ഈ 19-ാം തീയതി അതായത് മിനിഞ്ഞാന്ന് തലേ ദിവസം ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് വന്നതിന്റെ ലാസ്റ്റ് പേജ് നമ്പർ 9, 17ാമത് ലാസ്റ്റ് പാരഗ്രാഫ്, ലാസ്റ്റ് സെന്റൻസ്, ദ മാറ്റർ ഷാൽ ബി പോസ്റ്റഡ് ഓൺ അതിന് മുമ്പുള്ള ഒരു വാചകമുണ്ട്. 17ാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് ഹാവിംഗ് കെയർഫുള്ളി എക്സാമിൻ ദ പ്രോഗ്രസ് റിപ്പോർട്ട് ആൻഡ് ദ സബ്മിഷൻസ് മെയ്ഡ്, വി ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ ക്യാരിഡ് ഔട്ട് ദസ് ഫാർ. ഇതുവരെ നടക്കുന്ന അന്വേഷണത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട് എന്ന് തന്നെയാണല്ലോ ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് വ്യക്തതയോട് പറയുന്നത്. അതുകൊണ്ടെന്താ പിന്നെ അതുകൊണ്ട് ജാമ്യാപേക്ഷ വരുമ്പോഴേക്ക് പിന്നെ അത് പരിഗണിക്കുന്ന കോടതിക്ക് അവരുടേതായ നിഗമനങ്ങളിലെത്താനുള്ള സ്വാതന്ത്ര്യവും അധികാരവും ഉണ്ട്. അതുകൊണ്ട് മറ്റൊരു കാര്യമുള്ളത്, ഈ സ്വാഭാവിക ജാമ്യത്തിന്റെ കാര്യം താങ്കൾ ആദ്യം ചോദിച്ചിരുന്നല്ലോ, എന്നോടല്ല, ഈ ചർച്ചയിൽ ചോദിച്ചിരുന്നല്ലോ. സ്വാഭാവിക ജാമ്യം ഈ കുറ്റപത്രം 60 ദിവസത്തിനും കൊടുക്കാൻ കഴിയാതിരുന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കപ്പെട്ടിരുന്നു. DSSCയുടെ സയന്റിഫിക് റിപ്പോർട്ട് വരാത്തതിന്റെ പേരിലാണെന്നുള്ളത്. ആ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇടക്കാല ചാർജ് ഷീറ്റ് ഉടൻ തന്നെ ഫ്രെയിം ചെയ്യും എന്ന് SIT തങ്ങൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതാ നിലയിൽ നിൽക്കുന്നു. പിന്നെ സ്വാഭാവിക ജാമ്യം കിട്ടാൻ അർഹതയുള്ള ഒരാൾ പുറത്തു വന്നാൽ കൂടുതൽ അപകടകരമാണെന്നൊക്കെ തോന്നുന്നെങ്കിൽ അതിനനുസൃതമായ നടപടികൾ സ്വീകരിക്കാൻ നിയമത്തിൽ തന്നെ വ്യവസ്ഥയുണ്ടല്ലോ, അത് ചെയ്തോട്ടെ. SITയുടെ അന്വേഷണത്തെ കുറിച്ചല്ലോ ശ്രീജയേന്ദ്രൻ അങ്ങയോട് ചോദിച്ചത്, CPM എടുക്കുന്ന നിലപാടിനെ കുറിച്ചാണല്ലോ. പത്മകുമാറിന് പുറത്തിറങ്ങിയാൽ സ്വാധീന ശക്തിയുള്ള ആളാണ്, വലിയ സ്വാധീന ശക്തിയുള്ള ആളാണെന്ന് പറയുമ്പോൾ ആ സ്വാധീനം എവിടേക്കാണെന്നാണ് കോടതി പറയുന്നത് വ്യക്തമാണല്ലോ. ആ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോഴും പാർട്ടിയുടെ കമ്മിറ്റിയിൽ തുടരുന്നത്, ജില്ലാ കമ്മിറ്റിയിൽ തുടരുന്നത് പത്മകുമാർ അല്ലേ? CPM ഇക്കാലത്ത് നിലപാട് വ്യക്തമാക്കുക മാത്രമല്ല, ഈ ജാമ്യം കൊടുക്കുന്നതോ കൊടുക്കാതിരിക്കുന്നതോ CPM ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണോ? CPM തീരുമാനിച്ചാൽ ജാമ്യം കിട്ടുമോ? തീരുമാനത്തിലൂടെ കിട്ടാതിരിക്കുമോ? ഒന്നുമില്ലല്ലോ. CPM നിലപാട് കുറ്റം നിലവിൽ എന്താണ് സംഭവിച്ചത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ആവർത്തിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെങ്കിലും പറയാം, കുറ്റാരോപിതനാണ് നിലവിൽ. ചാർജ് ഷീറ്റ് വരുമ്പോഴാണ് എന്താണ് കുറ്റം എന്നുള്ളത് വ്യക്തമാവുക. ശരി, അങ്ങനെയാണെങ്കിൽ ശ്രീജയേന്ദ്രൻ, ഇപ്പോൾ പുറത്ത് നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ഒന്നും മിണ്ടാൻ പാടില്ല എന്ന് കൂടി അതിന് അർത്ഥമുണ്ട്. കാരണം ഇത് വെറും ആരോപണമാണല്ലോ. ഇവിടെ അല്ല, കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെ കുറിച്ച്, ഇപ്പോൾ അടൂർ പ്രകാശ് അടക്കമുള്ളവരെ കുറിച്ച് CPM മിണ്ടാൻ പാടില്ല. സോണിയാഗാന്ധിക്ക് ചരട് കെട്ടിക്കൊടുക്കാൻ പോറ്റിയെ കൊണ്ടുപോയത് ആരാണെന്ന് നിങ്ങളും ചോദിക്കാൻ പാടില്ല. കാരണം കുറ്റപത്രം വരുന്ന കേസ് വരെ നിങ്ങൾ അകത്ത് കിടക്കുന്ന ആളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാതെ നിൽക്കുകയല്ലേ. അപ്പൊ എങ്ങനെയാ പുറത്ത് സ്വന്തമായ സഞ്ചരിക്കുന്നവരെ കുറ്റം പറയാ? അല്ല, അനിൽ ബോസ് എന്റെ വായിൽ കമ്പിട്ട് കുത്തിയാൽ ഞാൻ ശരി നിങ്ങൾ കുത്തിക്കോ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കേണ്ട കാര്യമുണ്ടോ? സ്വാഭാവികമായിട്ട് പ്രതികരിക്കും. അതാണ് ഉണ്ടായത്. അത് സ്വാഭാവിക പ്രതികരണമാണ്. ഉരുളക്കുപ്പേരി പോലെ കൊടുത്തതാണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല അല്ലേ? കാര്യമുണ്ടോ ഇല്ലയോ കോടതി വരുമല്ലോ, തീരുമാനിക്കുമല്ലോ അന്നേരം. അതപ്പോഴല്ലേ കോടതിയിൽ എത്ര തവണ പരാമർശങ്ങൾ വന്നിരിക്കുന്നു? പരാമർശങ്ങളല്ലോ, സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. ഒരു കേസിൽ, ഏത് കേസിലാണെങ്കിൽ ശരി, പരാമർശങ്ങൾ വെച്ചുകൊണ്ട് വാർത്തകൾ മെനയരുത് എന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. പക്ഷെ അത് ഏതെങ്കിലും മാധ്യമം കേൾക്കാറുണ്ടോ? അത് പരാമർശം വെച്ചുകൊണ്ട് തന്നെ വാർത്തകൾ ഉണ്ടാക്കും. അതാണല്ലോ പതിവ് രീതി. പരാമർശം വാർത്തയല്ല എന്ന് അങ്ങയിലെ മാധ്യമ പ്രവർത്തനം പറയുന്നുണ്ടോ ശ്രീജേന്ദ്രൻ? പരാമർശം വാർത്തയല്ല.
എന്റെ അസംഷൻ അല്ല സ്മൃതി. ഇത് പരമോന്നത കോടതി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. പരാമർശം വെച്ചുകൊണ്ട് നിങ്ങൾ വാർത്ത ഉണ്ടാക്കരുത് ബഹുമാനപ്പെട്ട മീഡിയ എന്നാണ് പറഞ്ഞത്. ഓണറബിൾ മീഡിയ എന്ന് അഭിസംബോധന ചെയ്തെന്നാണ് പറയുന്നത്. ജാമ്യം നിഷേധിച്ചതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്, വെറും പരാമർശമല്ല. ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതി പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അല്ല, അത് കോടതി അങ്ങനെ പറഞ്ഞു. ആ കോൺടെക്സ്റ്റ് എന്താണെന്നുള്ളത് ഇപ്പൊ എന്റെ കയ്യിലില്ല. മറ്റൊരവസരത്തിൽ ചോദിച്ചാൽ എനിക്കത് വ്യക്തമായിട്ട് പറയാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ. പത്മകുമാർ പുറത്തിറങ്ങിയ കുഴപ്പമാണ്, അതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കോടതിക്ക് അങ്ങനെ നിരീക്ഷിക്കാനുള്ള അവകാശം ഇല്ലാന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കോടതിയുടെ അവകാശത്തെ കുറിച്ചല്ല ശ്രീ ജയന്ദ്രൻ പറഞ്ഞത്. ചർച്ചയിലേക്ക് ശ്രീ മധു മണിമല കുറച്ചുകൂടി വ്യക്തതയോടുകൂടി ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അങ്ങിന്ന് നടത്തിയ ഒരു വെളിപ്പെടുത്തൽ, അതിന്റെ തുടർച്ചയാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ തന്ത്രിമാരുമായി ബന്ധപ്പെട്ട് നേരത്തെയും തന്ത്രി കണ്ഠരര് മോഹനർക്കെതിരെ ആരോപണം ഉയർന്നിരുന്നതാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. പിന്നീടാണ് രാജീവരെത്തുന്നത്. അപ്പോൾ ഈ തരത്തിൽ ഉള്ള ദൗർബല്യങ്ങൾ ഒരു ഘട്ടത്തിൽ തന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തയാണ്. അതിനോട് ചേർത്ത് വെക്കാവുന്ന ആരോപണമാണോ അങ്ങിപ്പോൾ ഉന്നയിക്കുന്നത്? എനിക്ക് പറയാൻ സമയം തന്നാൽ വ്യക്തമായിട്ട് ഞാൻ പറയാം. പറഞ്ഞോളൂ. കാരണം 2006 തന്ത്രി കേസുണ്ട്. പറയട്ടെ? ഓ പറയൂ ശ്രീ മധു മണിമല. 2006 തന്ത്രി കേസ് ഉണ്ടാകുന്നത്. 2006 തന്ത്രി കേസ് ഉണ്ടാകുന്നത്. തന്ത്രി കേസിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ശബരിമല സന്നിധാനത്ത് ഒരു റോപ്പ് വേ കൊണ്ടുവരാൻ വേണ്ടി അന്ന് ടാറ്റ കമ്പനിയാണെന്നാണ് എൻ്റെ ഓർമ്മ, ഒരു പ്ലാൻ കൊണ്ടുവന്നിരുന്നു. അത് പന്തളത്ത് ശബരിമല പമ്പയിലെ പന്തള രാജമണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് പരമ്പരാഗത പാത വഴി വലിയ നടപ്പന്തലിലെത്തിയിട്ട് അവിടുന്ന് നേരെ മാളികപ്പുറത്ത് അവസാനിക്കുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റിന് അന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, 350 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റായിരുന്നു. ആ പ്രൊജക്റ്റിന് തന്ത്രിയുടെ അടുക്കൽ ചെന്നപ്പോൾ തന്ത്രി അത് അനുമതി കൊടുത്തില്ല. തന്ത്രി അനുമതി കൊടുക്കാത്ത കാരണം അദ്ദേഹം പറഞ്ഞത് വാദം എന്ന് പറഞ്ഞാൽ ശബരിമല ക്ഷേത്രത്തിന് അത് ദോഷകരമാണ്, അയ്യപ്പൻ്റെ ശ്രീകോവിലിന് മേളിക്കൂടെയാണ് ഇത് പോകുന്നത്, അത് തെറ്റാണ്, അതിന് അംഗീകാരം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവർ പല കൂടി ശ്രമിച്ചിട്ടും അദ്ദേഹം സമ്മതിച്ചില്ല. അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ ഈ പ്രൊജക്റ്റ് നടക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ അവരൊരു ദേവപ്രശ്നം കൊണ്ടുവന്നു. പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണപ്പണിക്കരെ കൊണ്ടാണ് ഈ ദേവപ്രശ്നം നടത്തിച്ചത്. ഈ ദേവപ്രശ്നത്തിന് ഈ പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണപ്പണിക്കരെ കൊണ്ടുവന്നത് ശബരിമലയിലൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, ഞാൻ പേരെടുത്ത് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല, അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പത്തനംതിട്ട ബ്യൂറോ ചീഫായിരുന്ന മോഹനൻപിള്ളയാണ്. മോഹനൻപിള്ളയുടെ നേതൃത്വത്തിൽ ജി രാമൻ നായർ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് പരപ്പനങ്ങാടിയെ പോയി കണ്ട് പരപ്പനങ്ങാടിയെ കൊണ്ട് ദേവപ്രശ്നം നടക്കുന്നു. ഈ പരപ്പനങ്ങാടിയെ കൊണ്ട് ദേവപ്രശ്നം നടക്കുമ്പോഴാണ് ജയമാല ശബരിമല ശ്രീകോവിലിൽ കയറിയെന്നും അയ്യപ്പ വിഗ്രഹത്തിൽ തൊട്ടെന്നും പറഞ്ഞ് വിവാദം ഉണ്ടായത്. അതിൻ്റെ പിന്നാലെയാണ് ശബരിമല ഈ ദേവപ്രശ്നം കഴിഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പറഞ്ഞാൽ ഒരുപാട് സമയം പോകും, ഞാനതിൽ ചുരുക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം ഈ തന്ത്രി കണ്ഠരര് മോഹനർക്ക് എറണാകുളത്ത് ഒരു വീടുണ്ടായിരുന്നു. ആ വീട് വളരെ ചുരുങ്ങിയ വിലയ്ക്ക് ഒരു വിദേശ മലയാളി അതിന് വിറ്റതാണ്. വെറുതെ കുറേ കാലം ആ വീട് അവിടെ കിടക്കുന്നു. അദ്ദേഹം അറ്റകുറ്റപ്പണികൾ അവർക്ക് ചെയ്യിക്കുന്നു. അപ്പോൾ ഈ വീട് അദ്ദേഹത്തിൻ്റെ സഹായിയായിരുന്ന ശബരിമലയിലെ ഒരു സഹായിയായിരുന്ന ഒരാൾ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും താഴോമ്പടത്ത് ചെല്ലും, ഇദ്ദേഹം അവരെ സഹായിക്കും. അപ്പോൾ അവർക്ക് ഈ വീട് താമസിക്കാൻ കൊടുക്കാം, നിങ്ങളവിടെ തൂത്ത് വൃത്തിയാക്കി ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തന്ത്രിയോട് ചെല്ലാൻ പറഞ്ഞു. തന്ത്രി ഇവരോട് എറണാകുളത്ത് വരാൻ പറഞ്ഞു. താഴോൺമഠത്തിൽ നിന്നും തന്ത്രി മോഹനരും അദ്ദേഹത്തിൻ്റെ ഭാര്യ ആശാ മോഹനരും വണ്ടിയിൽ കയറി പോകാൻ തുടങ്ങുമ്പോഴാണ് കണ്ഠരര് മഹേഷ് മോഹൻ അന്ന് ബിലീവേഴ്സ് ചർച്ച് സ്കൂളിൽ പഠിക്കുക, എക്സ്കർഷൻ പോയിട്ട് അവിടെ വന്ന് ഇറങ്ങുന്നു. അമ്മ ഇപ്പോൾ പോയാൽ എങ്ങനെയാണ്, അതിൻ്റെ കൂട്ടുകാരൊക്കെ അവർക്ക് ചായയൊക്കെ എടുക്കണ്ടേ, മുത്തശ്ശി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആശ ചേച്ചി വണ്ടിയെ കയറിയിട്ട് ഇറങ്ങി. ഡ്രൈവറും മോഹനും തന്ത്രിയും കൂടെ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ പിന്നെ പാലാരിവട്ടത്തല്ല വളഞ്ഞവട്ടം ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിൻ്റെ വടുക്ക നിൽക്കാൻ പറഞ്ഞപ്പം ഇവർ ലിങ്ക് ലക്ഷ്മൺ ഫ്ലാറ്റിലേക്ക് പോയി. അവിടെ ലിങ്ക് ലക്ഷ്മൺ ഫ്ലാറ്റിൽ എനിക്കൊരു പരിചയമുള്ള ഒരാൾ പുതിയതായിട്ടൊരു ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ട്. അവിടെ പൂജകളൊക്കെ നടത്തണം, അവർ ഗണപതി ഹോമം നടത്തണം, അതിനൊരു ചാർത്ത് എഴുതി വേണം, അങ്ങ് ഇങ്ങോട്ട് വരാണെങ്കിൽ ഞാനിവിടെ നിൽക്കാം, എന്നെ കൂട്ടിക്കൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് തന്ത്രി ആ ലിങ്ക് ലക്ഷ്മൺ ഫ്ലാറ്റിൽ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അവർ ടി വിയിലൊത്തി കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലും കഴുത്തിലും ഒക്കെ സ്വർണ്ണാഭരണങ്ങളുണ്ട്. അദ്ദേഹത്തെ എന്നെ ആക്രമിച്ച് ഇതെല്ലാം കവർന്നെടുക്കുക, അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്ന ദുരുദ്ദേശത്തോടെ ഈ ശോഭാ ജോണും ബിച്ചു റഹ്മാനും ഈ കാര്യങ്ങൾ മുഴുവൻ അറിയാവുന്ന ഒരാളാണ് ഈ ചാനൽ ചർച്ചയിലിരിക്കുന്ന ജയേന്ദ്ര സാർ. അദ്ദേഹം ഇതിനെ പറ്റി പരമ്പര എഴുതിയ ആളാണ്. അവിടെ ചെല്ലുന്നു, തന്ത്രി അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കുന്നു, അദ്ദേഹത്തെ അടിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിലും കഴുത്തിലുള്ള ആഭരണങ്ങളെല്ലാം അവർ കവർന്നെടുത്തു. അദ്ദേഹത്തിൻ്റെ 20,000 രൂപയും മൊബൈൽ ഫോണും എല്ലാം തട്ടിയെടുത്തു. അതിനുശേഷം 30 ലക്ഷം രൂപ അവർ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തെ എൻ്റെ കയ്യിൽ അന്നേരം പൈസ ഇല്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു വീട്ടിലാണ് പൈസ ഇരിക്കുന്നത്, വീട്ടിൽ വന്നാൽ തരാമെന്ന് പറഞ്ഞു.
അപ്പോൾ ഇവർ തന്ത്രി മുന്നേ പോയി തൊട്ട് പുറകെ ശോഭാ ജോൺ ടീം ചെന്നു. അവിടെ ചെന്നപ്പോൾ തന്ത്രിയെ കണ്ടപ്പോഴത്തേക്ക് വീട്ടുകാർക്ക് കഴുത്തല കയ്യിൽ ആഭരണങ്ങളൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ മുഖമെല്ലാം വളരെ ഇതായിട്ടിരിക്കുന്നു. അപ്പം അദ്ദേഹം അന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ ദേവകി അന്തർജനം അപ്പോഴാദ്യം വിളിക്കുന്നത് രാഹുൽ ഈശ്വറിനെ വിളിക്കുന്നു. രാഹുൽ ഈശ്വർ എന്ന് കിരൺ ടി വിയുടെ അവതാരകനാണ്. അദ്ദേഹത്തെ വിളിച്ച ഉടനെ ബ്രേക്കിംഗ് ന്യൂസായിട്ട് TV വന്നു, ശബരിമല തന്ത്രിയെ തട്ടിക്കൊണ്ടുപോയി. അന്ന് പോലീസ് അന്വേഷിച്ചപ്പം ശബരിമല തന്ത്രിയെ തട്ടിക്കൊണ്ടുപോയതല്ല, ശബരിമല തന്ത്രി ശോഭാ ജോണിൻ്റെ വീട്ടിൽ ചെന്നതാണെന്ന് പറഞ്ഞു. അപ്പം കുപ്രസിദ്ധ ഗുണ്ടയായിട്ടുള്ള ശോഭാ ജോണിൻ്റെ വീട്ടിൽ ശബരിമല തന്ത്രി ചെല്ലേണ്ട കാര്യമില്ല, അത് മറ്റൊരു രീതിയിൽ ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു. ഇതാണ് സംഭവം. ഈ കേസിൽ അദ്ദേഹം കുറ്റവിമുക്തനായി. പിന്നെ സോഷ്യൽ മീഡിയ വഴിയും തന്ത്രി രാജീവരുടെ അനുചരരും അദ്ദേഹത്തിൻ്റെ പരിചാരക വൃന്ദവും എല്ലാമാണ് ഇദ്ദേഹത്തിനെതിരെ ഈ വിവരം പൊലിപ്പിച്ചത്. അന്ന് രാമൻ നായരാണ് ദേവസ്വം ബോർഡ്. തന്ത്രിയെ ആരും മാറ്റി നിർത്തിയിട്ടില്ല. അദ്ദേഹത്തോട് ഈ വിവാദം ഉണ്ടായപ്പം വിവാദം തീരുന്നിടം വരെ ഒന്ന് മാറി നിൽക്കാമോ എന്ന് രാമൻ നായർ ചോദിച്ചു. അദ്ദേഹം അത് സമ്മതിച്ചു. അല്ലാതെ തന്ത്രിയെ ഒരിടത്തും ആരും മാറ്റി നിർത്തിയിട്ടില്ല. അതിനുശേഷം ജസ്റ്റിസ് പരിപൂർണ കമ്മീഷൻ്റെ കാര്യം പറഞ്ഞു. ജസ്റ്റിസ് പരിപൂർണ കമ്മീഷനെ നിയോഗിച്ചെന്തിനാണ്? 2005 മുതൽ 2007 വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് G. രാമൻ നായർ, മെമ്പർമാരായിരുന്ന MB ശ്രീകുമാർ, പുനലൂർ മധു, ഇവർ 3 പേരും കാട്ടിയ അഴിമതിക്കെതിരെ അവരുടെ അഴിമതിയെ ചോദ്യം ചെയ്തുകൊണ്ട് അമ്പലപ്പുഴ C. രാധാകൃഷ്ണൻ കേരള ഹൈക്കോടതിക്ക് സമർപ്പിച്ച പരാതി, ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കവെയാണ് ജസ്റ്റിസ് പരിപൂർണ കമ്മീഷൻ തന്ത്രിയെ വിളിച്ചു വരുന്നത്. തന്ത്രിയോട് ചോദിച്ചപ്പോൾ തന്ത്രി പറഞ്ഞു, തന്ത്രി ഇത്തരം കാര്യങ്ങളൊന്നും കോടതി പറയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ഒരു പരാമർശം ഉണ്ടായത്. ഞാൻ പൂർത്തിയാക്കാൻ എനിക്ക് സമയം തന്നാലേ പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ശരി പറഞ്ഞോളൂ. അപ്പം ജസ്റ്റിസ് പരിപൂർണ കമ്മീഷനെ വെച്ചത് രാമൻ നായരുടെ ബോർഡിനെ കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുക. തന്ത്രിയുടെ യോഗ്യത അളക്കാനല്ല. തന്ത്രിയുടെ യോഗ്യത അളക്കണം മറ്റു തന്ത്രിമാരെ, തന്ത്രി മണ്ഡലമുണ്ട്, തന്ത്രി സമാജമുണ്ട്, അതുപോലെ ഉന്നതരായിട്ടുള്ള തന്ത്രിമാർ, ആ തന്ത്രിമാർ കൂടി ഇരുന്നിട്ട് വേണം ഈ ഒരു തന്ത്രിയുടെ യോഗ്യത അളക്കാൻ. ജസ്റ്റിസ് പരിപൂർണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നതിൽ നിന്ന് വ്യതിചരിച്ച് അദ്ദേഹം തന്ത്രിയിലേക്ക് എത്തി. അത് മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്തു. അങ്ങനെയാണ് മോഹൻ്റെ വിടക്കാക്കി ഈ മോഹനരുടെ അവകാശം, അതായത് താഴോൺ മഠത്തിലെ താന്ത്രിക അവകാശം രാജീവർ കൈയടക്കുമായിരുന്നു. 20 വർഷം കഴിഞ്ഞപ്പോൾ 1-ന് 10 10-ന് 100 100 10,000 തിരിച്ചു കിട്ടി. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ഇത് ഭഗവാന്റെ മുമ്പിലാണ്, ഭഗവാന്റെ മുന്നിലാണ് ഈ പിത്തലാട്ടം മുഴുവൻ നടത്തിയത്. മോഹനൊരു പേഴ്സണലായിട്ട് ഒരു പെണ്ണ് കേസിലല്ല, കോടതി തെളിഞ്ഞല്ലോ അദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്തു. അദ്ദേഹം കേസിൽ വാദിയായിരുന്നു, അദ്ദേഹം പ്രതിയായിരുന്നില്ല, അദ്ദേഹം കേസിലെ വാദിയായിരുന്നു. ആ വാദിയെ കോടതി വെറുതെ വിട്ടു, കുറ്റവാളികളെല്ലാം ശിക്ഷിച്ച് അകത്തുപോയി. പക്ഷേ അതിൻ്റെ പിന്നിൽ ഇദ്ദേഹത്തെ മോശക്കാരനാക്കി, ഇദ്ദേഹത്തെ ശബരിമല കയറാത്ത പരുവത്തിലാക്കിയതിന് ഉത്തരവാദിത്തം രാജീവ് തന്ത്രിക്കൊണ്ട് പൂർണ്ണമായിട്ടും. ഞാൻ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ഈ കേസിൻ്റെ പിന്നാലെ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്. എല്ലാ തെളിവുകളും എൻ്റെ പക്കലുണ്ട്. ആ തെളിവുകൾ നല്ലൊരു പങ്ക് ജയേന്ദ്ര സാറിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുക. അദ്ദേഹം മെട്രോ വാർത്ത പരമ്പര എഴുതിയ ആളാണ്. അപ്പം ഞങ്ങൾ പറയുന്നത് തന്ത്രി രാജീവര് ശബരിമലത്തെ മുഖ്യതന്ത്രി, ഞാൻ പറഞ്ഞല്ലോ, താഴമൺ മഠത്തിനാണ് ശബരിമലയിലെ താന്ത്രിക അവകാശം. താഴമൺ മഠത്തിൻ്റെ താന്ത്രിക അവകാശം എന്ന് പറഞ്ഞാൽ മാവേലിക്കര സബ് കോടതി വിധിയാണ്. 3 തന്ത്രി കുടുംബങ്ങൾക്കാണ് ശബരിമലത്തെ താന്ത്രികാവകാശം. കണ്ഠര് നീലകണ്ഠര് തന്ത്രി, കണ്ഠരും മഹേശ്വര തന്ത്രി, കണ്ഠര് നീലകണ്ഠര് തന്ത്രി. അത് നീലകണ്ഠ തന്ത്രികളെ പിന്തുടർച്ചക്കാരായിട്ട് പുരുഷ സന്താനങ്ങളില്ലാത്തതുകൊണ്ട്, സന്താനങ്ങളില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ അവകാശം ഇല്ലാതായി. അദ്ദേഹം തന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഊഴത്തിൽ മോഹനൻ തന്ത്രിയാണ് ശബരിമലയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം മഹേശ്വര തന്ത്രിയുടെ ടേണിലും മോഹൻ തന്ത്രിയാണ് ശബരിമലയ്ക്ക് പോയിരിക്കുന്നത്. അപ്പം അടുത്തടുത്ത് 2 വർഷം മോഹനൻ തന്ത്രി ശബരിമലയ്ക്ക് പോകുന്നു. 3-ാമത്തെ വർഷമാണ് രാജീവ് തന്ത്രി ശബരിമല വരുന്നത്. ഇപ്പോൾ ഈ 2 വർഷം അടുപ്പിച്ച് മോഹനൻ തന്ത്രി ഇരിക്കുമ്പോൾ മോഹനൻ തന്ത്രിക്ക് ഒരുപാട് ആരാധകരുണ്ടായി, ഒരുപാട് പണമുണ്ടായി, ഒരുപാട് സൗകര്യങ്ങളുണ്ടായി, പേരും പ്രശസ്തിയുണ്ടായി. ഇതും അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. അപ്പോൾ അദ്ദേഹം ഈ അവസരം ശരിയായിട്ട് വിനിയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ ഉപജാപകർ, അദ്ദേഹത്തിൻ്റെ ആരാധകർ, അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർ മോഹനൻ തന്ത്രിക്കെതിരെ ഉപജാപക വൃന്ദം ആണ് ഇതുണ്ടാക്കിയത്. 2018 പിന്നെ മഹേശ്വര തന്ത്രിയുടെ ശതാഭിഷേകം നടക്കുന്നത്. ആ ശതാഭിഷേകത്തിൻ്റെ തലേ ദിവസം രാത്രി 3:30 വരെ ഞാനും അന്തരിച്ച CMP നേതാവ് KR അരവിന്ദാക്ഷനും രാജീവ് തന്ത്രിയുടെ വീട്ടിൽ ചെന്നു. രാജീവ് തന്ത്രിയുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, വലിയ തന്ത്രിയുടെ ശതാഭിഷേകമാണ്, അങ്ങ് തീർച്ചയായിട്ടും കുടുംബസമേതം പങ്കെടുക്കണമെന്ന്. ഞങ്ങൾ പോകത്തില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പോകുന്നില്ല എന്നറിയോ? ക്രൈം എന്ന ഒരു മാസികയിൽ രാജീവ് തന്ത്രിയെക്കുറിച്ചും രാജീവ് തന്ത്രിയുടെ കുടുംബാംഗങ്ങളെക്കുറിച്ചും മോശപ്പെട്ട ചിത്രങ്ങളടങ്ങിയ ഒരു ഫീച്ചർ പ്രസിദ്ധീകരിച്ചു. ഈ ഫീച്ചർ പ്രസിദ്ധീകരിച്ചതിന് 5 ലക്ഷം രൂപ കൊടുത്ത് ചെയ്യിച്ചത് മോഹന തന്ത്രിയായിരുന്നു എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആരോപണം. മോഹനൻ തന്ത്രിയും ഗൾഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പരികർമ്മ ഈശ്വരൻ എന്ന് പറയും, അദ്ദേഹം മരിച്ചുപോയി. ഇവർ 2 പേരോടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു. ഞാനും അരവിന്ദാക്ഷൻ ഞാനുള്ള അവിടെ ഇരുന്നു. അപ്പോൾ തന്നെ മോഹനരെ വിളിച്ച് സംസാരിച്ചു, ഗൾഫിനെ വിളിച്ച് സംസാരിച്ചു. അദ്ദേഹം നിരപരാധി പറഞ്ഞു. തെറ്റായിട്ടുള്ള ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. കാരണം മോഹനൻ തന്ത്രിയാണ് ജയിച്ചെന്ന് അദ്ദേഹം വിചാരിച്ചു. ഇതിൻ്റെ എല്ലാം തെളിവ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തെളിവ് സ്മൃതിക്ക് തരാം.
അവസാനം അന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിരുന്നു. മുഖ്യമന്ത്രിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ പോലും അവർ സമ്മതിച്ചില്ല. പിന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോയി. ഭക്ഷണം പോലും അദ്ദേഹം കഴിച്ചിട്ടില്ല. കാരണം താഴവൺ മഠത്തിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂക്കത്തിൽ വിരൽ വെക്കും. അതേ രീതിയിൽ ചരിത്രങ്ങൾ പറയാനുണ്ട്. ഇതിന്റെ അകത്ത് ഗൂഢാലോചന, അവനവൻ ചെയ്യുന്നതിന് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഇതിപ്പോ ആരും അയ്യപ്പന്റെ ശിക്ഷയാണ്. ഈ കാര്യങ്ങൾ ചാനൽ ചർച്ച പറയാൻ പറ്റില്ല. മുഴുവൻ ഇത് 13 പേജുണ്ട്. ശരി, നമുക്ക് 13 പേജുണ്ട്. ഈ 13 പേജ് രേഖകൾ 2 ദിവസം കൊണ്ട് കരസ്ഥമാക്കിയതാണ്. റിപ്പോർട്ടർ ചാനലിന് കൈമാറാം. തീർച്ചയായും ഞാനിത് കൈമാറാം. അങ്ങേ ബന്ധപ്പെടുന്നതായിരിക്കും ഉറപ്പായിട്ടും. അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. നമ്മുടെ സമയക്കുറവ് മൂലം ഇന്ന് തൽക്കാലം വ്യക്തമായ തെളിവില്ലാതെ, ആധികാരികമായ രേഖയുടെ പിൻബലമില്ലാതെ ഞാനിതൊന്നും പറയത്തില്ല. ജയേന്ദ്ര സാർ അറിയാം. ജയേന്ദ്ര സാറിന്റെ ബാക്കി തെളിവുകളുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ. ശരി, ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എന്ന് മാത്രം. വളരെ നന്ദി ശ്രീ മധുമണിമല, അഡ്വക്കേറ്റ് അനിൽ ബോസ്, ശ്രീ എം ജയേന്ദ്രൻ, ഒപ്പം തന്നെ ശ്രീ മഹേഷ് പണിക്കർ ചർച്ചയിൽ പങ്കെടുത്തിന്. കാണാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.